السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന വിശ്വപ്രസിദ്ധമായ അഖീദ ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉൽ ദന്ന്, മോശമായ വിചാരം വെച്ച് പുലർത്തുന്ന ഇതിൻ്റെ വിശദാംശങ്ങളാണ്. ഭൂരിപക്ഷം ആളുകൾക്കും അത്തരം ധാരണകൾ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്നുണ്ട് എന്നും പടച്ച റബ്ബിനെ കുറിച്ച് ഹുസ്നുൽ ദന്നാണ്, സൽവിചാരമാണ് ഉണ്ടാവേണ്ടത് എന്നും വളരെ വിശദമായി തന്നെ വിശദീകരിച്ചു. അതല്പം ഭാഗം കൂടെ ബാക്കിയുണ്ട്. ഇനി അതിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപനമാണ് നമുക്കിനി വായിക്കാനുള്ളത്. വഖാല ഇബ്നു ഖയ്യിം റഹിമഹുല്ല ഫമൻ ളന്ന ബിഹി അന്നഹു ലാ യൻസുറു റസൂലഹു വലാ യതിമ്മു അംറഹു വലാ യുഅയ്യിദുഹു വയുഅയ്യിദു ഹിസ്ബഹു വയുഅലീഹിം വയുൽഫിറുഹും ബിഅദാഇഹിം വയുൽഹിറുഹും വഅന്നഹു ലാ യൻസു ദീനഹു വകിതാബഹു. വായിക്കാള് വല്ലവനും വിചാരിക്കുന്നുവെങ്കിൽ ഫമൻ ളന്ന ബിഹി, അള്ളാഹുവിനെ കുറിച്ച് ഒരുത്തനും വിചാരിക്കുന്നുവെങ്കിൽ എന്ത്, അന്നഹു ലാ യൻസുറു റസൂലഹു, അള്ളാഹു റസൂലിനെ സഹായിക്കുകയില്ല, വലാ യുതിമ്മു അംറഹു, ആ റസൂൽ പഠിപ്പിച്ച കാര്യമൊന്നും ഇവിടെ ദുനിയാവിൽ അള്ളാഹു തആല പൂർത്തിയാക്കുകയില്ല, വലാ യുഅയ്യിദുഹു, നബിക്ക് അള്ളാഹു തആല ശക്തി പകരുകയുമില്ല, വയുഅയ്യിദു ഹിസ്ബഹു, അതേപോലെ നബിയുടെ സംഘത്തെ അള്ളാഹു തആല ശക്തിപ്പെടുത്തുകയുമില്ല, വയുഅലീഹിം വയുൽഫിറുഹും ബിഅദാഇഹിം വയുൽഹിറുഹും, ശത്രുക്കളെ കൊണ്ട് ഇവരെ അതിജയിപ്പിക്കും, ഇവരെ മറികടപ്പിക്കും എന്നൊക്കെ വിചാരിക്കുന്നുവെങ്കിൽ വഅന്നഹു ലാ യൻസുറു ദീനഹു വകിതാബഹു, അള്ളാഹു അവൻ്റെ ദീനിനെയോ കിതാബിനെയോ സഹായിക്കുകയില്ല, വഅന്നഹു യുദീനു ശിർക്ക് അല തൗഹീദി, ഷിർക്കിനെ തൗഹീദിന് മേൽ ആധിപത്യം നൽകും, വൽ ബാത്തില അലൽ ഹഖി, ബാത്തിലിന് ഹഖിൻ്റെ മേൽ ആധിപത്യം നൽകും എന്നൊക്കെ ഒരാൾ വിചാരിക്കുന്നുവെങ്കിൽ എങ്ങനെ, ഇദാറത്തൻ മുസ്തഖിറ, സ്ഥിരമായ ഒരു മേധാവിത്വം, യൽമഹില്ലു മഅഹ തൗഹീദ് വൽ ഹഖ് ഇൽമിഹ്ലാലൻ ലാ യഖുമു വഅദഹു അബദാ, എന്നേക്കുമായി ആ തൗഹീദും ഹഖുമൊക്കെ നാമാവശേഷമായി പോകുന്ന രൂപത്തിൽ കാലാകാലത്തേക്ക് ഇതൊക്കെ ഇല്ലാതായി നശിച്ചു പോകും. ആ സ്ഥാനം ശിർക്കൊക്കെ ഇവിടെ ആധിപത്യം നേടും, കുഫ്ർ ആധിപത്യം നേടും, ഇസ്ലാമൊക്കെ ഇല്ലാതായി പൊട്ടിപ്പൊളിഞ്ഞ് അതൊക്കെ ദുനിയാവിന്ന് ഇല്ലാതായി പോകും എന്നൊക്കെ ആൾ വിചാരിക്കുന്നുവെങ്കിൽ ഫഖദ് ളന്ന ബില്ലാഹി ളന്ന സൗ, അവൻ അള്ളാഹിനെ പറ്റി ദുർവിചാരം വെച്ച് പുലർത്തിയവൻ തന്നെയാകുന്നു. വനസബഹു ഇലാ ഖിലാഫി മാ യലീഖു ബിജലാലിഹി വകമാലിഹി വസിഫാത്തിഹി വനുഊതിഹി, റബ്ബിൻ്റെ ജലാലത്ത്, മഹത്വം, അവൻ്റെ പരിപൂർണത, അവൻ്റെ വിശേഷണങ്ങൾ, അതിനോടൊക്കെ വിയോജിക്കുന്ന രൂപത്തിലാണ് അവൻ റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത്, അവൻ്റെ മഹത്വം, അവൻ്റെ ജലാലത്തൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ അള്ളാഹ് ആവർത്തിച്ചു പറഞ്ഞാണ് അള്ളാഹു റസൂലുമാരെ സഹായിക്കും, ദീനെ സഹായിക്കും, വല്ലാഹു മുത്തിമ്മു നൂരിഹി തുടങ്ങിയ പ്രയോഗങ്ങൾ. ഇതിനൊക്കെ വിരുദ്ധമാണ് അവൻ്റെ ഈ ധാരണ. ഫഇന്ന ഹംദഹു വഇസ്സതഹു വഹിക്മതഹു വഇലാഹിയതഹു തഅബാദാലിക, റബ്ബിൻ്റെ മഹത്വവും അവൻ്റെ പ്രതാപവും അവൻ്റെ ഹിക്മത്തും അവൻ്റെ ദിവ്യത്വവും ഒക്കെ അത് വിസമ്മതിക്കുന്നുണ്ട്. അല്ലാഹ് ഇലാഹാണ് എന്ന് പറഞ്ഞാൽ ആ ഇലാഹ് വിചാരിച്ചത് നടപ്പാക്കാൻ പറ്റും, ആ ഇലാഹ് പറഞ്ഞതാണ് ഞാനിത് പൂർത്തിയാക്കുന്നു. അപ്പോൾ അതല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ നടക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അല്ലാഹു തആലയുടെ ഖുദ്റത്തും ഹിക്മത്തും ഒന്നും ഇവിടെ നടപ്പാകുകയില്ല എന്നാണ്. റബ്ബിൻ്റെ കക്ഷിയെ, അവൻ്റെ സൈന്യത്തെ
അവൻ കൈയൊഴിയുക എന്നുള്ളത്, നിന്ദിക്കുക എന്നുള്ളത് അള്ളാഹു സമ്മതിക്കുകയില്ല. വഅൻ തകുന നുസ്റത്തുൽ മുസ്തഖിറ വല്ലഫ്റു ദായിമു ലിഅഅദാഇൽ മുശ്രികീന ബിഹി അൽ ആദിലീന ബിഹി. എന്നെന്നുമുള്ള സഹായവും ആധിപത്യവുമെല്ലാം റബ്ബിൻ്റെ ശത്രുക്കളായ ശിർക്കിൻ്റെ ആളുകൾക്ക് ഉണ്ടാവുക, അതുണ്ടാവില്ല. ഫമൻ ലന്ന ബിഹി ദാലിക, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുവെങ്കിൽ ഫമാ അറഫഹു, അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. വലാ അറഫ അസ്മാഅഹു, അവൻ്റെ നാമങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. വലാ അറഫ സിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. വകമാലഹു, റബ്ബിൻ്റെ പൂർണ്ണതയും അവൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹ് കാമിലാണ് എന്നും അവന് അസ്മാഉൽ ഹുസ്നയുണ്ട് എന്നും അവന് സിഫാത്തിൽ ഉലയുണ്ട് എന്നും മനസ്സിലായ ഒരാളും അള്ളാഹിനെ പറ്റി അങ്ങനെ വിചാരിക്കുകയില്ല. അതൊന്നും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പടച്ച റബ്ബിനെ പറ്റി ഇങ്ങനെയൊക്കെ ഒരാൾക്ക് വിചാരിക്കാൻ സാധിക്കുക. വകദാലിക, അതുപോലെ തന്നെയാണ് മൻ അൻകറ, നിഷേധിക്കുന്നവൻ, അയ്യകുന ദാലിക ബിഖളാഇഹി, ഇതൊന്നും അള്ളാഹിന്റെ ഖളാ പ്രകാരമല്ല എന്ന് പറയുന്നവനും അങ്ങനെ തന്നെയാണ്. അള്ളാഹിന്റെ ഖളാ അനുസരിച്ചൊന്നല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുക എന്നൊരുത്തം പറഞ്ഞാൽ ഫമാ അറഫഹു, അവനും അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല. വലാ അറഫ റുബൂബിയ്യതഹു വമുൽകഹു വഅളമതഹു, റബ്ബിൻ്റെ മഹത്വത്തെയും അവൻ്റെ ആധിപത്യത്തെയും അവൻ്റെ റുബൂബിയ്യത്തിനെയും അവന് മനസ്സിലായിട്ടില്ല. വകദാലിക മൻ അൻകറ അൻ യകൂന ഖദറ മാ ഖദ്ദറഹു മിൻ ദാലിക വഗൈരി ലിഹിക്മത്തിൻ ബാലിഗത്തിൻ വഗായത്തിൻ മഹ്മൂദത്തിൻ യസ്തഹിഖു അലൈഹിൽ ഹംദു വലന്ന അന്ന ദാലിക ഇന്നമാ സദറ മശിയത്തിൻ മുജറദ അൻ ഹിക്മത്തിൻ വഗായത്തിൻ മത്ലൂബ. അതൊക്കെ ഈ ആശയം അത് അല്ലാഹു തആല കണക്കാക്കിയത് തന്നെ അതൊന്നും എന്തല്ല, അവൻ്റെ ഹിക്മത്തും ബാലിക കൊണ്ടല്ല എന്ന് വിചാരിച്ചാലും അങ്ങനെ തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അപ്പം എന്ത് ചെയ്താലും ഖദർ പ്രകാരം, റബ്ബിൻ്റെ ഖദർ മുഴുവനും ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. നമ്മൾ ഒരു പക്ഷേ ഒരു മുൻകൂട്ടി പ്ലാനും പദ്ധതിയും ഒന്നും ഇല്ലാതെ പലതും ചെയ്തേക്കാം. ഇങ്ങനെയുള്ളത് തന്നെ ഒരു പക്ഷേ ഹിക്മത്തില്ലാതെ, പ്രത്യേകിച്ചൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളോ അതിന് പ്രത്യേകമായ തത്വങ്ങളോ ഒന്നുമില്ലാതെ വെറും പണി നമ്മൾ ചെയ്തേക്കാം. അത് സൃഷ്ടികൾ ചെയ്യുന്ന പണിയാണ്. അല്ലാഹു തആല ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അപ്പം റബ്ബിൻ്റെ ഖളാ പ്രകാരമല്ലാന്ന് വിശ്വസിച്ചാലും ഇനി ഖളാ പ്രകാരമാണ്, പക്ഷെ അതിനൊന്നും ഒരു ഹിക്മത്തില്ല, അത് അല്ലാഹു വെറുതെ ചെയ്തതാണ് എന്ന് വിശ്വസിച്ചാലും ശരി, അതൊക്കെ തെറ്റായ ധാരണ തന്നെയാണ്. റബ്ബ് ചെയ്യുന്നതൊക്കെ ഇന്നമാ സ്വദറ അൻ മശീഅത്തിൻ മുജറത്തിൻ അൻ ഹിക്മത്തിൻ വഗായത്തിൻ മത്ലൂബ. റബ്ബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു കേവലം പ്രവൃത്തി എന്നല്ലാതെ, അല്ലാതെ കേവലം മശീഅത്ത് എന്നല്ലാതെ അതൊന്നും ഹിക്മത്തില്ല എന്ന് പറഞ്ഞാലും അത് തെറ്റായ ധാരണ തന്നെയാണ്. അപ്പം അല്ലാഹ്ക്ക് മശീഅത്തുമുണ്ട്, ആ മശീഅത്ത് പ്രകാരമേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. ആ മശീഅത്തിന് പിന്നിലും അല്ലാഹു തആല കൃത്യമായ ഹിക്മത്തുണ്ട്. നമ്മളോ ചിലപ്പോൾ ഒരു തത്വവുമില്ലാതെ ഒരു ഫായിദയുമില്ലാതെ വെറും പണികൾ നമ്മൾ പലതും ചെയ്യും. എന്തിനിപ്പോൾ ചെയ്തു വെച്ചാൽ ഞാൻ വെറുതെ ചെയ്താണ്, ഒന്നുമില്ല, ഒരു കാര്യമില്ല, ഒന്നിനും ഉപകാരമില്ല, ആർക്കും ഉപകാരമില്ല. അങ്ങനത്തെ പല പണിയും മനുഷ്യന്മാർ ചെയ്യും. അത് മനുഷ്യന്മാർക്കേ ഉള്ളൂ. അല്ലാഹു തആലക്കും അങ്ങനെ ഉണ്ടോ എന്ന് വന്നാലോ അത് റബ്ബിൻ്റെ കമാലിയത്തിന് വിരുദ്ധമാണ്. റബ്ബ് ചെയ്യൂല. ഭൂലോകത്ത് അല്ലെങ്കിൽ ദുനിയാവിന് മൊത്തം അല്ലാഹു തആല എന്തൊന്ന് ചെയ്യുന്നുവെങ്കിലും അതെല്ലാം കൃത്യമായ ഖദറുണ്ട്. അതിലെല്ലാം പിന്നെ അള്ളാഹുവിൻ്റെ മശീഅത്തുണ്ട്, അവൻ്റെ ഉദ്ദേശമുണ്ട്. അതിലെല്ലാം പിന്നെ കൃത്യമായൊരു ഹിക്മത്ത്, ഒരു തത്വം അതിന് പിന്നിൽ ഉണ്ട് താനും. അതൊന്നുമില്ലാതെ റബ്ബ് ചെയ്യില്ല. അപ്പം അങ്ങനൊന്നും ഇല്ല എന്നൊന്നും വിചാരിച്ചാൽ وأن تلك الأسباب المكروهة له المفضية إليها لا يخرج تقديرها عن حكمة لإفضائها إلى ما يحب وإن كانت مكروهة له فما قدرها سدى ولا شاءها عبثا ولا خلقها باطلا. അല്ലാഹു തആല ഒരു ലക്ഷ്യവുമില്ലാതെ ഒന്നും കണക്കാക്കിയിട്ടുമില്ല, ഒന്നും സൃഷ്ടിച്ചിട്ടുമില്ല, ഒന്നും അല്ലാഹു ഉദ്ദേശിക്കുന്നുമില്ല. വെറുതെ ഉദ്ദേശിക്കുക അതില്ല, ഒരു പണി വെറുതെ ചെയ്യുക ഇല്ല. അല്ലാഹു ഖുർആനിൽ ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു അതൊക്കെ അവിശ്വാസികളെ ധാരണയാകുന്നു. ഇതൊക്കെ ഇങ്ങനെ അല്ലാഹു വെറുതെ ഉണ്ടാക്കിയതാണ്. സൃഷ്ടിപ്പൊക്കെ വെറുതെയാണ്. അല്ലാഹു വെറുതെ കുറച്ച് മനുഷ്യന്മാരെ പഠിച്ചു, വേറെ കുറെ ജീവികളെ പഠിച്ചു. എന്തിനാ? അതൊന്നുമില്ല, വെറുതെ പഠിച്ചു വിട്ടു. കൊരാളിങ്ങനെ കുറേ നാട്ടിൽ മലയും കുന്നും, കുറേ നാട്ടിൽ കുണ്ടും കുഴിയും, കുറേ നാട്ടിൽ പുഴയും കടലും. ഇതൊക്കെ അല്ലാഹു വെറുതെ പഠിച്ചു വിട്ടതാണ്. അല്ല, അതിനൊക്കെ പിന്നിൽ പടച്ച റബ്ബിന് കൃത്യമായൊരു ധാരണയുണ്ട്, അത് കൃത്യമായ ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് അല്ലാഹു കണക്കാക്കുകയും അതിനനുസരിച്ച് അല്ലാഹു മശീഅത്ത് നടത്തുകയും ആ മശീഅത്ത് പ്രകാരം അല്ലാഹു ഖദർ കണക്കാക്കുകയും ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റത് മനുഷ്യന്മാരെ പറ്റി വരെ അഴിബല്ലേ,
മനുഷ്യന്മാരെ കുറിച്ച് വരെ അവൻ്റെ ഒരു നിർമ്മാണത്തിൽ ഒരു പ്രവൃത്തിയിൽ ചില പോരായ്മകൾ വന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ അത്ര ആലോചിച്ചില്ല എന്ന് പറയാൻ ഉണ്ടാവും. ഓനെ സംഘടിച്ചപ്പോൾ എന്തെടുപ്പം ഞാൻ അപ്പത്ര ആലോചിച്ചില്ല, പിന്നീട് മനസ്സിലായത് ഓൻ പറഞ്ഞപ്പോഴാണ് അത് ഞാൻ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞാൽ അത് ഓൻ്റെ ഒരു നന്മയായിട്ടാണ് കണക്കാക്കുക, അതല്ല ഓനെ കുറവായിട്ടാണ് കണക്കാക്കുക. കുറവാണ്. അല്ലാഹു തആലക്ക് ഒരിക്കലും കുറവുണ്ടാവില്ല, അഴിവുണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്താലും അവരെ കൃത്യമായ ഖദർ പ്രകാരമാണ്. അതിനെല്ലാം അല്ലാഹുവിൻ്റെ മശീഅത്ത് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ അല്ലാഹു തആലക്ക് ഒരു ഹിക്മത്തുമുണ്ട്. അല്ലാതെ മശീഅത്തുൻ മുജറദ ഖദർ നിശ്ചയിച്ച ആളുകൾക്ക് പറഞ്ഞ വാക്കാണ്. ഖദറില്ല എന്ന് പറഞ്ഞ ഖദരികൾ, മുഅ്തസിലികൾ അവരൊക്കെ അസ്ർ പ്രകാരം അല്ലാഹു തആല ഇവിടെ ചെയ്യുന്ന ഒരു പണിക്കും അല്ലാഹു തആലക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹിക്മത്തില്ല, പഴുതിലും മശീഅത്തില്ല. അത് അല്ലാഹ് ഇങ്ങനെ വെറുതെ ഇങ്ങനെയാണ്ട് ഉണ്ടാക്കി വിടുകയാണ്. പിന്നെ മനുഷ്യന്മാർ എന്താ ചെയ്തോട്ടെ, അതൊന്നും അല്ലാഹ് ഇടപെടുന്നില്ല. മനുഷ്യൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഖദറില്ല, ഖലാവും ഖദറൊന്നുമില്ല. മനുഷ്യന്മാർക്ക് അല്ലാഹ് മനുഷ്യന്മാരെ പഠിച്ചാൽ വിട്ടു. പിന്നെ ഓരെന്ത് ചെയ്യാന്നുള്ളത് അത് ചെയ്യുമ്പോഴേ അള്ളാഹ്ക്ക് അറിയുള്ളൂ. അതിന് മുമ്പ് അങ്ങനെ പ്രത്യേകിച്ചതൊന്നുമില്ല എന്ന് പറഞ്ഞവരാണ് ഖദരികൾ. അതുകൊണ്ടാണ് ഇബ്നു ഉമർ പറഞ്ഞത്, ഉഹുദ് മലയോളം നിങ്ങൾ സ്വർണം ചെലവഴിച്ചാലും ശരി, ഖദർ വിശ്വസിക്കാത്ത കാലത്തോളം അത് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഖദർ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനർത്ഥം ഒരു അള്ളാഹിനെ മനസ്സിലായിട്ടില്ല. അതാണ് പടച്ച റബ്ബിനെ അള്ളാഹും റസൂലും പരിചയപ്പെടുത്തിയ രൂപത്തിൽ അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഓല ഒരു അമലിനും ഒരു വിലയുമില്ല. അധികം ആളുകളും പടച്ച റബ്ബിനെ പറ്റി ദുഷിച്ച വിചാരങ്ങൾ വെച്ച് പുലർത്തുന്നു. ഫീമാ യഖ്തസ്സു ബിഹിം, അവരെ ബാധിക്കുന്ന കാര്യത്തിൽ തൻ്റെ വിഷയത്തിൽ പലതും ഉണ്ടാകുമ്പോൾ എന്തേ പല്ല ഇങ്ങനെ ആക്കി, എന്തേ പല്ല എൻ്റെ വിഷയത്തിൽ ഇങ്ങനെ തീരുമാനിച്ചു, എന്തേ ഇപ്പം ഞാൻ ഇങ്ങനെ ആയി, അള്ളാഹ്ക്ക് ഇപ്പം എൻ്റെ പല്ല ഇങ്ങനെ ആക്കിയത്, ഇതോ ആളുകൾ പറയും. അപ്പം അല്ല എന്തോ തീരുമാനിച്ചു കൊടുത്ത എന്തോ ഒരു പന്തികേടുണ്ട്, അത് ശരിയായില്ല എന്നാണ് അതിൻ്റെ ഒരു മറുവശം. വഫീമാ യഫ്അലുഹു ബിഗൈരിഹിം, മറ്റുള്ളവരെ കുറിച്ച് ഒരു കാര്യത്തിൽ അള്ളാഹു ചെയ്യുന്നതിലും ഇവർ ഇതുണ്ടാവും. ഒന്നുകിൽ സ്വന്തം കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റു പലതും കാണുമ്പോൾ, ചില സംഗതികൾ കാണുമ്പോൾ എന്താ പല്ല ഇങ്ങനെയൊക്കെ കണക്കാക്കിയത്, ഫലസ്തീനൊക്കെ ആളുകൾ എന്താ പത് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ മനുഷ്യന്മാർ ദ്വാരുന്നിട്ടും എവിടുന്നെല്ലാം ആളുകൾ തോൽക്കുന്നു, എന്നിട്ട് എന്താ പത് ഇങ്ങനെ, എന്ത് പറ്റിപ്പത്, അപ്പം എന്തോ അല്ലെന്തോ ഒരു ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന മട്ടിലാണ് ആളുകളുടെ സംസാരം ഉണ്ടാവുക. അതൊക്കെ റബ്ബിനെ പറ്റി മനസ്സിലാവാത്തത് കൊണ്ടാണ് അവൻ പറയുന്നത്. വലാ യസ്ലമു മിൻ ദാലിക, അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇല്ലാ മൻ അറഫല്ലാഹ, അല്ലാഹുവിനെ അറിഞ്ഞവനല്ലാതെ, വഅറഫ അസ്മാഹു വസിഫാതിഹി വഅറഫ മുജീബ ഹിക്മതിഹി വഹംദിഹി, അല്ലാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ സിഫത്തുകൾ, അവനെ പ്രശംസിക്കാൻ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ ഹിക്മത്തിൻ്റെ വാജിബായ കാര്യങ്ങൾ, ഇതൊക്കെ അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഈ ദുർവിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതാണ് നബി തങ്ങൾ എന്തുണ്ടായാലും പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാ. നമുക്ക് എന്ത് മതിച്ചാലും അൽഹംദുലില്ലാ, അതിന് വർത്താനല്ല. എല്ലാ അവസ്ഥയിലും അൽഹംദുലില്ലാ, അത് അല്ലാഹനെ അറിയുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. ഫമൻ ഖനത മിൻ റഹ്മതിഹി വഅയിസ മിൻ റൗഇഹി, അല്ലാഹുവിൻ്റെ റഹ്മത്തിലൂടെ നിരാശപ്പെട്ടാൽ ഫഖദ ളന്ന ബിഹി ളന്ന സൂഇ, അല്ലാഹനെ പറ്റി തെറ്റായ വിചാരം വെച്ചു. അല്ലാഹുവിൻ്റെ റഹ്മത്ത് അതിലൊക്കെ നിരാശ, ഇനിയിപ്പോൾ ഞാൻ തോന്നുന്നതും കിട്ടൂല, ഇനിയിപ്പോൾ കാര്യമില്ല, ഇനിയിപ്പോൾ ഒന്നും നടക്കൂല, അതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹിനെ പറ്റവന് തെറ്റായ വിചാരമാകുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എത്ര നന്മകൾ ചെയ്താലും ഇഖ്ലാസ് ഉണ്ടായാലും അവരെയും അല്ല ശിക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ, അള്ളാഹിൻ്റെ ഔലിയായിനെയും അള്ളാഹിൻ്റെ അഴുതായിനെയും അല്ല ഒരുപോലെ ആക്കും എന്ന് വിചാരിച്ചാൽ അതും തെറ്റായ വിചാരമാണ്. നമ്മളിപ്പോൾ നിസ്കരിച്ച് മുമ്പോട്ട് ഇങ്ങനെയൊക്കെ മുത്തക്കൈ ജീവിച്ചാലും അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ എന്താ ഉണ്ടാകുക നമുക്ക് പറയാൻ പറ്റുന്നല്ലോ. അതൊക്കെ ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, അത് പറയാൻ പറ്റില്ല. അപ്പോൾ അല്ല പറഞ്ഞ വാഗ്ദാനം അല്ല പാലിക്കുന്ന ലംഘിക്കുമെന്നാണ് അതിനർത്ഥം. അതൊന്നും വിചാരിക്കാമതല്ല. ഒമഞ്ഞുന്നു, ഒരാൾ വിചാരിക്കുന്നുവെങ്കിൽ അന്നഹു യത്റുകു ഖൽഖഹു സുദൻ മുഅത്തിലീന ലിൽ അംരി വന്നഹി, അല്ലാഹു തആല സൃഷ്ടികളെ സൃഷ്ടിച്ചു വിട്ടു, ഇനി ഒരല്ല വെറുതെ വിടും, അവർക്ക് അല്ലാഹു തആല കൽപ്പനയും നിർദ്ദേശം നൽകുകയില്ല. വലാ യുർസിലു ഇലൈഹിം റസൂലഹു, റസൂലുമാരെ അയക്കുകയില്ല. വലാ യുനസ്സിലു അലൈഹിം കുതുബഹു, കിതാബ് ഇറക്കുകയില്ല. ബൽ യത്റുകും ഹമലൻ കൽ അൻആം, അതൊക്കെ വെറുതെ നാൽക്കാലികളെപ്പോലെ വെറുതെ വിട്ടയക്കും എന്ന് വിചാരിച്ചാലോ ഫഖദ ബിഹി ളന്ന സൂഇ, അതും തെറ്റായ വിചാരമാണ്.
ഒരു മനുഷ്യരെന്ന ഒരു വലിയ സൃഷ്ടിയെ സൃഷ്ടിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത്, അതൊന്നും അല്ല പറഞ്ഞു കൊടുക്കണില്ല. വെറുതെ വിടുക. അതുണ്ടാവോ? അതുണ്ടാവില്ലല്ലോ. അതൊന്നും മാന്യന്മാരായ പടപ്പുകൾക്ക് പോലും ചോദിച്ചതല്ല. എങ്കിൽ പഠിച്ചോദം ചെയ്യില്ല. നമ്മൾ കുറേ ആളെ വിളിച്ചുകൂട്ടി, ഒരുപാട് മനുഷ്യന്മാർ വന്നു. പിന്നെ വന്നപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതിപ്പോൾ എന്താ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ വിളിച്ചതേ ഉള്ളൂ. എന്തിനാ വിളിച്ചത് അതറിയില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടി അതറിയില്ല. ചീത്തറിയില്ലേ ചക്കകൾ ഇത് നിങ്ങൾ എവിടെയൊക്കെ വിളിച്ചത് മനുഷ്യന്മാരെ കുതിരാക്കി വെച്ചിട്ടേ. അപ്പം അല്ല മനുഷ്യന്മാരെ പഠിച്ചു. ഇനി ഓരെന്താ കാണേണ്ടത്, എന്താ കേൾക്കേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ വിശ്വസിക്കേണ്ടത്, അന്നിപ്പോൾ അല്ല പറഞ്ഞെടുക്കൂല. അതൊന്നും പറയാൻ റസൂൽമാരെ പറഞ്ഞേക്കൂല. അതിന് വല്ല കിതാബ് എടുക്കൂല. അതൊക്കെ ഇനി ഓരോ മട്ടം പോലെ ചെയ്തോട്ടെ എന്നാണെങ്കിൽ പഠിച്ചവനവന് മനസ്സിലായിട്ടില്ല എന്ന്. അള്ളാഹ്ക്ക് ചോദിച്ചതല്ല അതൊന്നും. വല്ലവനും വിചാരിച്ച മരണശേഷം ആരെയും ഒരുമിച്ച് കൂട്ടുകയില്ല, ഒരു പ്രതിഫലം കൊടുക്കുകയില്ല, ശിക്ഷയുണ്ടാവുകയില്ല, അങ്ങോട്ട് ഒരു ലോകം തന്നെ ഇല്ല എന്നൊരുത്തം വിചാരിച്ചാൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവോ അതിനൊക്കെ യാഥാർത്ഥ്യം അല്ലാഹു തആല വ്യക്തമാക്കി കൊടുക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചാൽ പരലോകത്ത് പോൽ കാര്യമാണിത്. നന്മ ചെയ്തവർക്ക് പ്രതിഫലം, തിന്മ ചെയ്തവർക്ക് ശിക്ഷ. ദുനിയാവിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവോ അതിനൊക്കെ യാഥാർത്ഥ്യം അല്ലാഹു വ്യക്തമാക്കി കൊടുക്കും. എൻ്റെ റസൂലുമാർ പറഞ്ഞ കാര്യം സത്യമായി ഇപ്പം മനസ്സിലായില്ലേ? അത് ചോദിക്കും. ഞാൻ റസൂലുമാർ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പ്രതികരണമാണ് കിട്ടിയത്? അവർ പറയും. ഇവരോട് ചോദിക്കും, റസൂൽ വന്നില്ലേ, എന്താ നിങ്ങൾ പ്രതികരിച്ചത്? അവരോട് പറയും. ഇത് സത്യമാണ്, ബോധ്യപ്പെടും. അവിശ്വാസികൾ അവർക്ക് നഷ്ടത്തിലായിരുന്നുവെന്ന് ബോധ്യപ്പെടും. എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇങ്ങനൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ചാലോ അതും അള്ളാഹിനെ പറ്റി മോശമായ വിചാരമാണ്. അള്ളാഹിൻ്റെ ഹിക്മത്തിനോട് യോജിച്ച പണിയല്ലത്. അള്ളാഹ് റസൂലുമാരെ പറഞ്ഞയച്ചു, ഒരുപാട് എതിർപ്പും ഒരുപാട് പീഡനങ്ങളും എല്ലാം സഹിച്ചു. ഒരുപാട് അഴിമത്ത് അവിശ്വാസികൾ അവർക്കെതിരെ ഒരുപാട് പീഡിപ്പിക്കൽ നടത്തി. ഇത് എന്നൊരു കാലത്ത് ഇവർക്ക് തിരിച്ച് ബോധ്യപ്പെടണ്ടേ? ഓര് പറഞ്ഞതായിരുന്നു ശരി, ഇവരുടെ തെറ്റായിരുന്നു എന്ന് ഏതെങ്കിലും സമയത്ത് ബോധ്യപ്പെടണ്ടേ? അത് ബോധ്യപ്പെടാനാണ് യൗമുദ്ദീൻ അന്ന് അള്ളാഹു തആല തീരുമാനമെടുക്കും. അതല്ലേ അള്ളാഹു തആല എന്തൊക്കെ വിഷയത്തിൽ ആളുകൾക്ക് ഖിലാഫുണ്ടോ ഇന്നക തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അതുണ്ടാകും. അങ്ങനത്തെ പരലോകമൊന്നുമില്ല. അങ്ങനെ നല്ല ഒരുമിച്ച് കൂട്ടുകയില്ല. ഇതൊന്നും തീരുമാനം ഉണ്ടാവുകയില്ല. ഇതിങ്ങനെ അഭിപ്രായത്തേക്കാണ് അങ്ങനെ പോകും, ഓരോരുത്തരും മരിച്ചു പോകും, പിന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സൃഷ്ടികളോട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നതിനർത്ഥം. അത് അള്ളാഹിനെ പറ്റി വിചാരിക്കാവതല്ല, അതും തെറ്റായ വിചാരമാണ്. വമൻ ളന്ന, ഇനി വല്ലവരും വിചാരിക്കുന്നുവെങ്കിൽ അന്നഹു യുദീഉ അലൈഹി അമലുഹു അസ്സാലിഹ് അല്ലദീ അമിലഹു ഖാലിസൻ ലിവജ്ഹിഹി, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ച് ചെയ്ത അമലൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ കുറേ ഇബാദത്ത് എടുത്തു, അതൊന്നും ഇപ്പോൾ കാര്യം ഉണ്ടാവില്ല, വെറുതെയാണ്, പിന്നെ നമ്മൾ ചെയ്യുക എന്ന് വിചാരിച്ചാൽ അലംതിസാലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ചെയ്ത അമലൊക്കെ ബാത്തിലാക്കും, പാഴാക്കുമെന്ന് വിചാരിച്ചാൽ വയുബ്തിലുഹു, അതിനെ ബാത്തിലാക്കും ബിലാ സബബിൻ മിനൽ അബ്ദി, അടിമയുടെ ഒരു സബബുമില്ലാതെ. അഥവാ ശിർക്ക് ചെയ്താൽ ബാത്തിലാകും, ഇഖ്ലാസ് ഇല്ലെങ്കിൽ ബാത്തിലാകും, റിയാ വന്നാൽ ബാത്തിലാകും. അത് അടിമയാണ് കാരണക്കാരൻ. ഇതൊന്നുമില്ലാതെ തന്നെയും എല്ലാ നിബന്ധനയും പാലിച്ച് ശരിയായ ഇഖ്ലാസോടെ തഖ്വയോടെ ഈമാനോടെ ഇത്തിബായോടെ ചെയ്താലും ഇതൊക്കെ അല്ലാഹ് വെറുതെ അതൊക്കെ അത് പാഴാക്കി കളയും എന്ന് വിചാരിച്ചാൽ, അതേപോലെ വഅന്നഹു യുആഖിബുഹു, അല്ലാഹുവിനെ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ ബിമാ ലാ സുൻഅ ലഹു ഫീഹി വലാ ഇഖ്തിയാർ ലഹു വലാ ഖുദ്റ വലാ ഇറാദത ലഹു ഫീ ഹുസൂലിഹി, അവൻ ഉദ്ദേശിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, അവന് ചോയ്സുമില്ല, എന്നാലും അല്ലാഹു ശിക്ഷിക്കും എന്ന് വിചാരിച്ചാൽ ഓന് ചോയ്സും കൊടുത്തിട്ടില്ല, ഓന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്തിട്ടുമില്ല, എന്നാലും അല്ലാഹുവിനെ പിടിച്ചിട്ട് നരകത്ത് കൊണ്ടുപോയിടും എന്ന് വിശ്വസിച്ചാൽ അല്ലാഹ് ചെയ്തതിന് ഇവനെ ശിക്ഷിക്കുന്നു വിചാരിച്ചാൽ അതും അല്ലാഹിനെ പറ്റി ചീത്ത വിചാരമാണ്. അതാണ് ഇവരെ വാദം, ജബരികളെ വാദം. ജബരികളെ വാദം എന്താണ്? അടിമക്ക് ഒരു ചോയ്സും ഇല്ല, ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അല്ലാഹ് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിക്കാട് കയറ്റാൽ പള്ളിക്കെത്തും, അല്ലാഹ് കൊണ്ടുപോയി കള്ളുഷാപ്പ് കയറ്റി കള്ളുഷാപ്പൊക്കെ എത്തും. നമ്മൾ പ്രത്യേകിച്ച് ഒരു ചോയ്സുമില്ല. അപ്പോൾ ഓനെ കള്ളുടിപ്പിച്ചതാരാ? അല്ലാഹു തആല. എന്നാൽ അല്ലാഹുവിനെ ശിക്ഷിക്കതിന് അത് അനീതിയല്ലേ? മറ്റൊരെന്ത് പറയാ? പഠിച്ചു ഓരോ പള്ളിയിൽ കൊണ്ടുപോയി, എന്നെ കള്ളുഷാപ്പ് കൊണ്ടുപോയി, എന്നാൽ എന്നോട് കെജൻ്റെ കഴിക്കാത്തത് ഞാൻ ഇപ്പം എന്താ കാട്ടുക?
അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ശിക്ഷ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഫെയിലിന് ഇവിടെ ശിക്ഷിക്കുന്ന അർത്ഥം. ആ ഫെയിൽ അടിമൻ്റാണ്. ഫെയിൽ അള്ളാഹിൻ്റെ അല്ല, ഫെയില് അടിമയുടേതാണ്, ഖൽഖ് അള്ളാഹുവിൻ്റെതാണ്. മനസ്സിലാണില്ല? എന്താ പത്? പ്രവൃത്തി നമ്മളതാണ്. ആ പ്രവൃത്തി നമ്മൾ പഠിച്ചത് അള്ളാഹു തആലയാണ്. ഓനെ കതിർ മനസ്സിലായിട്ടില്ല, അതാണ് ഓനെ കതിർ മനസ്സിലായിട്ടില്ല. അതാണ്. അപ്പം ഇങ്ങനത്തെ ധാരണകളൊക്കെ പടച്ച റബ്ബിനെ പറ്റി മോശമായ വിചാരം വെച്ചപ്പുറത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇതൊന്നും വിചാരിക്കാവതല്ല. പടച്ച റബ്ബ് അങ്ങനെയൊന്നും ചെയ്യൂല. അള്ളാഹുവിനോട് ചോദിച്ചതേ അല്ല അതൊന്നും. അതെ, ഒരു ഇഖ്തിയാറുണ്ട്, അർത്ഥം സ്വാതന്ത്ര്യമുണ്ട്. രണ്ട് വഴി അതാ പറഞ്ഞെടുത്തു. സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്, ഇമ്മ ഷാക്കിറൻ ഓ ഇമ്മ കഫൂറ. പക്ഷെ ശുക്ർ കാണിച്ചാൽ അവർക്ക് ഇന്നതുണ്ട്, അല്ലേ ഇന്നതുണ്ട്. ഇനി ഓരോ ഇഷ്ടം ഓരോ പ്രവർത്തിക്കാം. ആ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവന് പടച്ചു കൊടുത്തത് അള്ളാഹു തആലയാണ്. അത് പ്രകാരം അവന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും, വേണമെങ്കിൽ ഇറങ്ങി പോകാൻ പറ്റും. അത് നമുക്ക് ചോയ്സ് ഉണ്ട്, അത് നമ്മളിഷ്ടം. ജബരികളെ ഭാഗം തിരിച്ചാണ്, നമുക്കൊരു ചോയ്സും ഇല്ല. കാറ്റടിക്കുമ്പോൾ ഇല അനങ്ങുന്നത് പോലെ നമ്മളിതിങ്ങനെ അങ്ങനെ പോവുകയാണ്, നമുക്കത് ഒരു റോളുമില്ല. മുർത്തസിയകളുടെ ഭാഗം തിരിച്ചാണ്, അള്ളാഹ്ക്ക് റോളുമില്ല, ഫുള്ള് നമ്മളാണ്. മുർത്തസിയകൾ പറഞ്ഞത് അള്ളാഹു തആലക്ക് റോളില്ല, അള്ളാഹ് അവനെ സൃഷ്ടിച്ചു, ഓരോ ദുനിയാവിനെ വിട്ടുകൊടുത്തു, ഇനി ഓൻ ചെയ്യുന്നത് ചെയ്യും, അള്ളാഹ്ക്ക് ഒരു റോളുമില്ല. അവൻ വല്ലതും പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നതും അവനാണ്, ആ പ്രവൃത്തി അവനിൽ ഉണ്ടാക്കുന്നതും അവൻ തന്നെയാണ്, അള്ളാഹ്ക്ക് ഒരു റോളുമില്ല. അതാ മുർത്തസിയാക്കൾ, അതാ ഖദരികൾ. ആണ്, അതൊക്കെ ഉണ്ട്. അള്ളാഹു തആലക്ക് അറിയുന്നുണ്ട്, അള്ളാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊന്നും ഇവനെ ബാധിക്കുന്നില്ല. ഓൻ്റെ ഇഖ്തിയാറിനെ, അവൻ്റെ ചോയ്സിനെ അത് ബാധിക്കുന്നത്. ചോയ്സ് അവനുണ്ട്, പക്ഷെ ആ ചോയ്സും അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ ഭാഗമായിട്ടേ യാഥാർത്ഥ്യമാവുള്ളൂ എന്നേ ഉള്ളൂ. അത് വരുമ്പോൾ കഥാകഥ വരുമ്പോൾ ക്ലിയർ ആവും. നമ്മുടെ നാട്ടിൽ ആ പേരിൽ ഇല്ല. ഖദരികൾ എന്ന പേരിലോ മുഅ്തസിലി എന്ന പേരിലോ മുർജിയ എന്ന പേരിലൊന്നും ഇപ്പോഴില്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അതിലെ സ്വാധീനങ്ങൾ ഇന്നൊരു പക്ഷേ പലർക്കുണ്ടായേക്കാം. അറബി നാട്ടിൽ ലോകത്ത് ഇന്ന് ആ പേര് സംഘങ്ങളില്ല, എവിടെയില്ല. പക്ഷെ അവിടെ സ്വാധീനങ്ങൾ സ്വാഭാവികമായും അറിഞ്ഞും അറിയാതെയും പലരുടെയും അക്കീദയിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവും. അതേ രൂപത്തിലില്ല, അങ്ങനെയില്ല ഇല്ല. അശ്അരിയത്ത് അവർക്ക് മുഅ്തസിലത്തിന് ചില സ്വാധീനങ്ങൾ ഉണ്ടാവും, അതേപോലെ ജബരിയത്തിന് ചില സ്വാധീനങ്ങൾ ഉണ്ടാവും. അതൊക്കെ അതിന് വന്നതാണ്. ആ പേരിൽ ഇന്നില്ല, അതൊക്കെ കഴിഞ്ഞു പോയി. ആ സംഘങ്ങളൊക്കെ അന്ന് തന്നെ കുറ്റേറ്റില്ലാതായി പോയിട്ടുണ്ട്. ഇനി ഔലന്ന ബിഹി, ഒരു അള്ളാഹിനെ പറ്റി വിചാരിച്ചു, അന്നഹു യജൂസു അലൈഹി, അള്ളാഹുവിന് ജായിസാണ്, അൻ യുഅയ്യിദ അഅദാഅഹു അൽകാദിബീന അലൈഹി, അള്ളാഹിനെ കളവാക്കുന്ന അള്ളാഹിന്റെ ശത്രുക്കളെ അള്ളാഹ് സഹായിക്കൽ അനുവദനീയമാണ്. എങ്ങനെ? ബിൽ മുഅ്ജിസാത്തി, മുഅ്ജിസത്ത് അള്ളാഹ് കൊടുക്കും. അല്ലത്തി യുഅയ്യിദു ബിഹി ബിഹാ അംബിയാഅഹു വറസുലഹു, അംബിയാക്കൾക്കും റസൂലുമാർക്കും അള്ളാഹ് കൊടുക്കുന്ന മുഅ്ജിസത്ത്, അതേ മുഅ്ജിസത്ത് ദീന് പൊളിക്കാൻ വരുന്ന ആളുകൾക്കും അള്ളാഹ് കൊടുക്കും എന്ന് വിശ്വസിച്ചാലോ അതും മോശപ്പെട്ട വിചാരമാണ്. എന്തിനാ അപ്പം അത് പറയണത്? എന്തിനാ അത് പറയണത്? അശ്അരികളെ റദ്ദയ്യാണ്. അശ്അരികളെ സംബന്ധിച്ച് മുഅ്ജിസത്ത്, കറാമത്ത്, സിഹർ ഇതൊക്കെ ഒരേ സാധനമാണ്, ഒറ്റ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത വകുപ്പുകളാണ്. അഹ്ലുസുന്നയെ സംബന്ധിച്ച് മുഅ്ജിസത്ത്, കറാമത്ത് ഒന്ന്, സിഹർ മറ്റൊന്ന്, രണ്ടും ഒന്നല്ല. അശ്അരികൾക്ക് മുഅ്ജിസത്ത്, കറാമത്ത്, സിഹർ തുടങ്ങിയ എല്ലാ അത്ഭുതങ്ങളും ഒറ്റ ജിൻസ്, ഒരേ ഗണത്തിൽപ്പെട്ടതാണ്. അതിലുള്ള വ്യത്യസ്ത ഇനങ്ങൾ. ഇതുപോലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിലാണ് പെണ്ണ്, ചെറിയോന്, വലിയോന്, കയ്യുള്ളത്, കയ്യില്ലാത്ത, കറുത്തത്, വെളുത്തത് ഒക്കെ മനുഷ്യന്മാരാണ്. എന്ന പോലെ അത്ഭുതങ്ങൾ എന്ന ഗണത്തിലൊക്കെ വരാം. എന്നാൽ നബിക്ക് വരുമ്പോൾ മുഅ്ജിസത്തായി, നബി അല്ലാത്തവന് വരുമ്പോൾ കറാമത്തായി, മോശപ്പെട്ടതിന് വന്നാൽ അത് പിന്നെ ഇസ്തിദ്റാജായി, ഒരു സാഹിർ ചെയ്യുമ്പോൾ സിഹറായി, സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ് എന്നാണ് അശ്അരികളുടെ ബേസ്. അത് ശരിയല്ല. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? അള്ളാഹ് അമ്പിയാക്കൾക്ക് കൊടുക്കുന്നത് എന്താണോ അത് ഏത് തോന്നിയാസിക്കും അള്ളാഹ് കൊടുക്കുന്നല്ലേ, അത് അള്ളാഹിനെ പറ്റി വിചാരിക്കാൻ പറ്റൂല. വയുജ്രീഹ അലാ ഐദീഹിം, അവരുടെ കൈകളിൽ റബ്ബ് നടപ്പാക്കുമെന്ന് വിചാരിച്ചാലും, അമ്പിയാക്കളുടെ കൈയാൽ റബ്ബ് നടപ്പാക്കുന്ന അത്ഭുതങ്ങൾ
അതേ അത്ഭുതങ്ങൾ അല്ലാത്തവരെ കയ്യാൽ നടപ്പാക്കുമെന്ന് വിചാരിച്ചാലും ലിയുദില്ലു ബിഹാ ഇബാദഹു, എന്തിനവർക്ക് അല്ലാഹ് കൊടുക്കുന്നത്? അത് വഴി ഒരു ആളുകളെ ഭയപ്പിക്കും. വഅന്നഹു യഹ്സുനു മിൻഹു കുല്ലു ഷൈഇൻ, എല്ലാം അല്ലാഹ് ചെയ്യാൻ പറ്റും. ഹത്താ തഅലീമ മൻ അഫ്ദാ ഉംറഹു ഫീ തുഅതിഹി ഫയുഖ്ലിദഹു ഫിൽ ജഹീമി ഫീ അസ്ഫലി സാഫിലീൻ. ആയുസ് മുഴുവൻ അല്ലാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ച മനുഷ്യരെയും ഒരു കാരണവുമില്ലാതെ അല്ലാഹു നരകത്ത് കൊണ്ടുപോയിടുമെന്നും അവനെ കാലാകാലം അസ്ഫൽ സാഫിലീനാക്കി നരകത്ത് ശിക്ഷിക്കുമെന്നും വിചാരിച്ചാലും അതും അള്ളാഹിനെ പറ്റി മോശമായ വിചാരം. ഒരദാലത്തിനെതിരാണ്, അള്ളാഹിൻ്റെ റഹ്മത്തിനെതിരാണ്, അവൻ്റെ അതിലിനെതിരാണ്, അവൻ്റെ ശഫഖത്തിനെതിരാണ്, റഹ്ഫത്തിനെതിരാണ്, മമതത്തിനെതിരാണ്, അള്ളാഹിൻ്റെ ഒരുപാട് സിഫത്തിന് എതിരാണ്. അങ്ങനെയൊന്നും വിചാരിക്കാമതല്ല. അത് ഇതല്ല, ഖവാരിഖല്ല. ഈ അമ്പിയാക്കൾ വരുന്ന മുഴുവത്തിൻ്റെ ആ ഗണത്തിൽ പെട്ടതേ അല്ലാതെ അത് മറ്റൊരു ഗണമാണ്. ഇതല്ല. അന്ന് ആലാത്ത് മാറുകയാണ്. ആ കാലമാകുമ്പോൾ ആലാത്തുകൾ തന്നെ മാറും. അതുകൊണ്ട് ഇപ്പോഴത്തെ ആലത്ത് വെച്ചിട്ട് അന്നത്തെ ആലത്ത് അളക്കാൻ പറ്റില്ല എന്നാണ്. ഇത് തിരിച്ച് ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും അള്ളാഹ്ക്കെതിരായി, റസൂലിനെതിരായി, ദീനിനെതിരായി ചെലവഴിച്ച മനുഷ്യനാണ്. അങ്ങനെ മരിച്ചുപോയി. എന്നിട്ട് ഇവിടെ അങ്ങനെ കാഫിറായി മരിച്ചുപോയി അള്ളാഹു ആണ് സ്വർഗത്തെ ഏറ്റവും മുന്നേ സ്ഥാനത്ത് കൊണ്ടുപോകും എന്ന് വിശ്വസിച്ചാലോ? അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അതൊക്കെ പൊടി. അത് വിശ്വസിച്ചാൽ പിന്നെ ഇസ്ലാമിൻ്റെ മഹത്വത്തിൻ്റെ പ്രസക്തിയുള്ളത്. എങ്ങനെ ജീവിച്ചാലും എങ്ങനെ പോയാലും അള്ള വിചാരിച്ചാൽ അവിടെയൊക്കെ ഒരാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു പറയുകയാണെങ്കിൽ അങ്ങനെ അള്ളാഹിനെ പറ്റി വിചാരിക്കാമതല്ല. അത് അള്ളാഹ്ക്കൊരു മദ്ഹല്ല, അത് റബ്ബിനെ ആക്ഷേപിക്കലാണ്. ഇതെല്ലാം അള്ളാഹിന്റെ പക്കൽ നന്മയിൽ ഒരുപോലെയാണ് വിചാരിച്ചാലും. ولا يعرف امتناع احدهما ووقوع الاخر الا بخبر صادق والا فالعقل لا يقضي بقبح احدهما وحسن الاخر فقد ظن به ظن السوء. ഇതൊക്കെ ഇതിൻ്റെ ശരിതെറ്റുകളെ വേർതിരിച്ചറിയാൻ അതൊന്നും പിന്നെ പറ്റിയതല്ല എന്നൊരാൾ വിചാരിക്കുന്നുവെങ്കിൽ അതൊക്കെ അള്ളാഹിനെ പറ്റിയുള്ള തെറ്റായ വിചാരം തന്നെയാവുന്നു. ومن ظن انه اخبر نفسه وصفاته وافعاله. ഇനി മറ്റൊരു വിചാരം, അള്ളാഹിനെ പറ്റി വിചാരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ സിഫത്തും അസ്മാവൊക്കെ പറഞ്ഞു തന്നു. അള്ളാഹിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ അള്ളാഹ് അറിയിച്ചു തന്നു. എങ്ങനെ അറിയിച്ചു തന്നു? ബിമാ ലാഹിറു ബാത്തിലുൻ. അള്ളാഹ് പറഞ്ഞതിൻ്റെ ലാഹിറെടുത്താൽ അത് ബാത്തിലാണ്. വതസ്ബീഹുൻ, അത് തുല്യപ്പെടുത്തലാണ്. വതംസീലുൻ, അത് ഉപമ പറയലാണ്. വതർക്കുൽ ഹഖി, ഹക്കിനെ ഒഴിവാക്കലുമാണ് എന്ന് വിചാരിച്ച ലം യുഖ്ബിർ ബിഹി وإنما رمز إليه رموزا بعيدة وأشار إليه إشارات ملغزة ولم يصرح به وصرح دائما بالتشبيه والتمثيل والباطل وأراد من خلقه أن يتعبوا أذهانهم وقواهم وأفكارهم في تحريف كلامه. അതായത് അശ്അരികൾ, മുഅ്തസിലികൾ, മാതുരീദികൾ ഇവർക്കെല്ലാമുള്ള റദ്ദാണത്. അള്ളാഹു ഇറങ്ങും ഹദീസിൽ കാണാം. അള്ളാഹു ഇറങ്ങും. അവൻ്റെ യദ് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞാണ്. അവൻ്റെ വജ്ഹ് ഖുർആനിൽ പറഞ്ഞാണ്. അശ്അരി വാദം എന്താണ്? അള്ളാഹ് വജ്ഹ് എന്ന് പറഞ്ഞാൽ വജ്ഹ് എന്നല്ല ഉദ്ദേശം. അള്ളാഹ് യദ് എന്ന് പറഞ്ഞാൽ യദ് എന്നല്ല ഉദ്ദേശം. അതിന് വേറെ അർത്ഥം കണ്ടുപിടിക്കണം എന്നാണ്. അപ്പം അള്ളാഹിനെ പറ്റി പറയാം അള്ളാഹുവിൻ്റെ വജ്ഹ്. അപ്പം അത് പ്രത്യക്ഷത്തിൽ കേട്ട എന്താ മനസ്സിലാകുക? അള്ളാഹിൻ്റെ വജ്ഹ് മനസ്സിലാകുക. എന്നിട്ട് അള്ളാഹോട് പറയാം അള്ളാഹ്ക്ക് വജ്ഹ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം വേറെ കണ്ടുപിടിക്കണം. ഇങ്ങനെ അള്ളാഹ് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അള്ളാഹിനെ പറ്റി മോശം വിചാരമാണ്. ഇല്ല, വജ്ഹ് ഉണ്ട് പറഞ്ഞു. അശ്അരി എന്ത് പറഞ്ഞു? അവിടെ വജ്ഹല്ല, ഉദ്ദേശം വജ്ഹല്ല. അപ്പം അള്ളാഹ് ഖുർആൻ പറഞ്ഞവർക്ക് പിന്നെ എന്താണ്? അള്ളാഹ് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് തുടങ്ങിയ കുറേ പ്രയോഗങ്ങൾ കാണാം. അള്ളാഹുവിൻ്റെ യദ്, യദാനി തുടങ്ങിയ പ്രയോഗങ്ങൾ കാണാം ഖുർആനും ഹദീസിലും ഒക്കെ. ഇതൊന്നും ആ അർത്ഥമേ അല്ല എന്നൊരുത്തം ബാധിച്ചാൽ അതിന് മറുവശം എന്താണ്? അള്ളാഹു തആല വെറുതെ കുറേ വാക്കുപയോഗിച്ചു. അത് കേട്ടാൽ തോന്നലോ തസ്ബീഹും തംസീലൊക്കെയാണ്. എന്നിട്ട് നമ്മോട് പറയാം അത് ഉദ്ദേശമില്ല എന്നറിയാം. അപ്പം എന്താ ഉദ്ദേശം? അത് നിങ്ങൾ ആലോചിച്ചുണ്ടാക്കണം എന്ന് പറയാം. ഇങ്ങനെ അള്ളാഹ് പറയുന്നു വിചാരിച്ചാൽ പൊരുത്തം ഞാൻ ക്ലാസ് വെക്കുക കുറേ ഇപ്പം ഞാൻ അപ്പം പറഞ്ഞൊന്നും എൻ്റെ ഉദ്ദേശമില്ല കേട്ടോ, അതിൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ എന്താ പറയുക? എന്നാൽ നിങ്ങൾക്ക് ഉദ്ദേശങ്ങൾ പറഞ്ഞാൽ പോലെ വെറുതെ ഞങ്ങളെ സ്വീപ്പാക്കളെ വെച്ചൂലേ. അപ്പം അള്ളാഹിനെ പറ്റി അങ്ങനെ വിചാരിക്കാൻ പറ്റുമെന്ന് അള്ളാഹ് ഖുർആനിൽ ഇങ്ങനെ പറയാം. യദ്, ഇസ്ബഅ്, നുസൂല്, അതേപോലെ വജ്ഹ്, ഐന്, ഇതൊക്കെ ഖുർആനിൽ ധാരാളമായി വരാം.
അർറഹ്മാൻ അർശിസ്തവ എന്ന് പറയാം, ആ മിൻതും മംഫിസ്സമ എന്ന് പറയാം. ഇതൊക്കെ അല്ല പറഞ്ഞിട്ട് ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാം. ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഈ പ്രത്യക്ഷം വിശ്വസിച്ചാൽ അള്ളാഹിനെ സൃഷ്ടിക്കപ്പെടാക്കലാണ്. അശ്വരവാദം അശ്വരവാദം എന്നാണ്. ഇങ്ങനത്തെ ഒന്നും അല്ലാഹുവിൽ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. ഇതിനെ പ്രത്യക്ഷം വിശ്വസിക്കാൻ പാടില്ല. അത് വിശ്വസിച്ചാൽ കാഫിറാവുന്ന പോലെ വാദം. അള്ളാഹു ഇറങ്ങും എന്ന് വിശ്വസിച്ചവൻ കാഫിറാകും. അപ്പം ഹദീസിലില്ലേ? ഹദീസിലുണ്ട്, പക്ഷെ അതിൻ്റെ ബാഹ്യമായ അർത്ഥം ഒരിക്കലും ഉദ്ദേശിക്കാൻ പാടില്ല. അത് ഉദ്ദേശിച്ച കാഫിറാകും. അപ്പം ശരിക്കും അള്ളാഹ് മനുഷ്യന്മാരെ ഇടങ്ങാതാക്കിയെന്നല്ലേ? അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് ഇറങ്ങും എന്ന് വിചാരിക്കണം എന്ന് അവർ പറയാം. എത്രയോ ഹദീസ് വന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല, അള്ളാഹു തആല ഇറങ്ങും രാത്രി അവസാന സമയത്ത് 1 ആകാശത്തേക്ക് ഇറങ്ങും. ഇവർ പറയാം അത് അള്ളാഹ് ഇറങ്ങും എന്ന് പറഞ്ഞാലും അള്ളാഹ് ഇറങ്ങുന്നല്ല, റഹ്മത്ത് ഇറങ്ങുന്നതാണ്. എന്താ അള്ളാഹ്ക്ക് അങ്ങനെ പറഞ്ഞാൽ പോലെ? അവസാന സമയത്ത് അള്ളാഹ് റഹ്മത്ത് ഇറങ്ങും എന്ന് പറഞ്ഞാൽ പോലെ? അത് പറയാതെ അള്ളാഹ് പറഞ്ഞത് അള്ളാഹ് ഇറങ്ങുന്നതാണ്. അത് വിശ്വസിച്ചാലോ കാഫിറാവും ചെയ്യാം. എന്നാൽ ഖുർആനിൽ അള്ളാഹ് പറയും ചെയ്യാം. അപ്പം അള്ളാഹ് നമ്മോട് പറയാം, ഞാൻ നിങ്ങളൊക്കെ പരമശങ്ങളൊന്നും വിശ്വസിക്കണ്ട, നിങ്ങളതിന് വേറെ അർത്ഥം വെച്ചോളി എന്നല്ല അതിനർത്ഥം. അങ്ങനെ ഒരുത്തൻ അള്ളാഹിനെ പറ്റി വിചാരിച്ചാലോ? അള്ളാഹിനെ പറ്റി മോശമായ വിചാരമാണ്, അള്ളാഹ്ക്ക് യോജിച്ചതല്ല. ഇതിന് കുറേ വ്യാഖ്യാനങ്ങളും മറ്റു ചില ഗോപ്യമായ അർത്ഥങ്ങളും ഇതൊക്കെ അള്ളാഹ് വെച്ചിട്ട് അതൊക്കെ ഇനി മനുഷ്യന്മാരെ ആലോചിച്ചും ചിന്തിച്ചും കണ്ടുപിടിച്ചോളണം. അത് മുജസ്സിമീങ്ങൾ, അള്ളാഹുവിന് ശരീരമുണ്ട് വാദിക്കുന്ന ആളുകൾ മുജസ്സിമുകൾ. ജിസ്മുണ്ട്, ശരീരമുണ്ട് എന്ന് വാദിക്കുന്നവർ പേച്ചുപോയ സംഘമാണ്. അവരുടെ വാദം അള്ളാഹു തആലക്ക് ഇതൊക്കെ അവയവമാണെന്നാണ്. അവൻ്റെ കൈ, മുഖം എന്നൊക്കെ പറഞ്ഞാൽ അവയവമാണ്. അള്ളാഹ്ക്ക് ജിസ്മു, ശരീരമുണ്ട്. ആ ശരീരത്തൊക്കെ കൂടി അള്ളാഹുടെ ശരീരം എന്നാണ് ഓല വിശ്വാസം. അത് പറ്റില്ല, അത് കുഫ്റാണ്. കാരണം ജിസ്മുണ്ട് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് ജിസ്മുണ്ട് അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഈ സിഫാത്തിനെ പ്രത്യേകിച്ചാൽ ഒരു സംഗതി ഉണ്ടെന്ന് പറയണമെങ്കിൽ ഖുർആനോ ഹദീസോ വരണം. ഒരു സംഗതി ഇല്ല എന്ന് പറയണമെങ്കിലും ഖുർആനോ ഹദീസോ വരണം. ഇല്ല നമ്മളെ പറയാം, നമുക്കറിയില്ലല്ലോ. ഉണ്ടെന്ന് പറയാനോ തെളിവ് വേണം, ഇല്ലെന്ന് പറയാനും തെളിവ് വേണം. അതെ, നമുക്ക് ജിസ്മുണ്ട് ജിസ്മില്ല ചർച്ചയില്ല. ആ ചർച്ച നമ്മൾ വാദിക്കുന്നത് ജിസ്മുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല എന്നുള്ള പറഞ്ഞിട്ടില്ല. നമുക്ക് ആ ചർച്ച ആവശ്യം തന്നെയില്ല. എതുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ എതുണ്ട്. നുസൂലുണ്ട് പറഞ്ഞു, നുസൂലുണ്ട്. അയിനുണ്ട്, അയിനുണ്ട്. അല്ല ഉണ്ടെന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അല്ലാത്തൊന്നും ഇല്ലയെന്ന് പറയാനോ അത് നമുക്ക് വകുപ്പില്ല. കാരണം അള്ളാഹിനെ പറ്റി നമുക്ക് അറിയില്ല. അള്ളാഹിനെ കുറിച്ച് പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹ് എന്തു പറഞ്ഞോ അതൊക്കെ ഉണ്ട്. അള്ളാഹ് എന്ത് നിഷേധിച്ചോ അതൊക്കെ നമ്മൾ നിഷേധിക്കുന്നു. നമ്മളെ വക സ്ഥാപിക്കാനുമില്ല, നമ്മളെ വക നിഷേധിക്കാനും ഇല്ല. وأهالهم في معرفة أسمائه وصفاته وقولهم وآرائهم لا على كتابه. അങ്ങനെ വന്നാൽ അർത്ഥം എന്താണ്? അള്ളാഹിന്റെ അസ്മാ സിഫാത്ത് മനസ്സിലാക്കാൻ അള്ളാഹിന്റെ കിതാബ് പോരാ, ഇവന്റെ ബുദ്ധിയും കൂടി ഉപയോഗിക്കണം എന്നല്ലേ അർത്ഥം. അള്ളാഹ് കിതാബിൽ കുറെ വാക്ക് ഉപയോഗിച്ചു, പക്ഷെ ഇത് ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ അത് ഓരോ ബുദ്ധി എന്താ പറഞ്ഞാൽ അത് സ്വീകരിച്ചോട്ടെ, അള്ളാഹിന്റെ കിതാബ് മാത്രം നോക്കിയാൽ കിട്ടൂല എന്നാകും അപ്പോൾ അതിനർത്ഥം. ബൽ അറാദ മിന്നും അല്ലാ യഹ്മിലു കലാമഹു അലാ മാ യഅരിഫുന മിൻ ഖിതാബിഹിം വലുഗതിഹിം. മാത്രമല്ല അവരെ മനുഷ്യന്മാരുടെ ഭാഷയിൽ മനുഷ്യന്മാർക്ക് പരിചയമുള്ള പദം അള്ളാഹ് ഉപയോഗിച്ചിട്ട് ഇതൊന്നും നിങ്ങൾക്ക് പരിചയമുള്ള ആ പദമാണെങ്കിലും ആ പരിചയം അർത്ഥമല്ല എന്നല്ലേ അർത്ഥം. സാധാരണ പരിചയം വാക്ക് ഉപയോഗിക്കാം, എന്നിട്ട് പറയാ അതല്ല ഉദ്ദേശിച്ചത് അറിയാം. അതുണ്ടാവുന്നല്ലോ. ഒരു വാക്ക് ഉപയോഗിച്ചാൽ, അറബി ഭാഷയിൽ ഒരു വാക്ക് ഉപയോഗിച്ചാൽ അറബികൾ ആ വാക്ക് കേട്ടാൽ ആദ്യം എന്താണോ അവർക്ക് മനസ്സിലാവുക ആ അർത്ഥമാണ് അതിൻ്റെ പ്രഥമാർത്ഥം. അത് ഏത് വാക്കിനും തന്നെയാണ്. പേന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പേന ഉണ്ട്, അതാണ് പേന. പേന പറഞ്ഞിട്ട് ഞാൻ പേനല്ല ഉദ്ദേശിച്ചത്, ഞാൻ ബുക്ക ഉദ്ദേശിച്ചത് പറഞ്ഞാലോ ഉണ്ടാവുന്നല്ലോ, ഉണ്ടാകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പ്രത്യേകം പറയണം, അല്ലെങ്കിൽ ആളുകളെ പ്രയാസപ്പെടുത്തലാണ്. അപ്പം അള്ളാഹിന്റെ കിതാബ് പോരാ അള്ളാഹിന്റെ അസ്മാ സിഫാത്ത് മനസ്സിലാക്കാൻ എന്ന് വരും, അതൊരിക്കലും ഉണ്ടാവുകയില്ല. എന്നാ വേണമെങ്കിൽ ഇവര് പറഞ്ഞ അർത്ഥമാണെങ്കിൽ ആ നിലക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹ് കഴിയില്ലേ? കഴിയും. കഴിഞ്ഞിട്ടും അള്ളാഹ് പറഞ്ഞു കൊടുത്തില്ല അർത്ഥം. അള്ളാഹ് റഹ്മത്ത് ഇറങ്ങുന്ന അള്ളാഹ്ക്ക് പറയാം. അത് പറഞ്ഞ ഈ കൺഫ്യൂഷൻ ഒന്നുമില്ല. അതല്ല പറയാതെ എൻസു റബ്ബുന എന്നുള്ള പറയിപ്പിക്കാൻ നബിനെ കൊണ്ട് എന്നിട്ട് പറയാ എൻസു റബ്ബുന വിശ്വസിച്ച കാഫിറാവെന്ന് പറയാം. അതൊരിക്കലും ഉണ്ടാവാതല്ല. അങ്ങനെ വിചാരിച്ചതൊക്കെ റബ്ബിനെ പറ്റി മോശമായ വിചാരമാണ്.
ബൽ സലക ബിഹിം ഖിലാഫ തരീഖിൽ ഹുദാ വൽ ബയാൻ ഫഖദ വന്ന ബിഹി വന്ന സൂഇ. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുവെങ്കിൽ അതും പടച്ചറപ്പിനെ പറ്റി മോശമായ വിചാരമാകുന്നു. ഫൈനഹു ഇൻ ഖാല, അപ്പം ഒരുത്തൻ പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ തിരിച്ചൊന്ന് പറയും, ഇന്നഹു ഗൈറു ഖാദിറ തഅബിയ ഹഖ് ബിൽ ലഫ്ദി സ്വരീഹി അല്ലദി അബ്ബറ ബിഹി ഹുവ വസലഫുഹു ഫഖദ വന്ന ബിഖുദ്റതിഹി അൽ അജ്സാ. ഇവനും ഇവന്റെ മുൻഗാമികളും പറഞ്ഞ വാചകങ്ങൾ, ആര്? ഈ മുശബ്ബിഹികൾ, ഈ മുമസ്സിലുകൾ, ഈ മുജസ്സിമുകൾ, ഇവരൊക്കെ പറഞ്ഞ മുഅത്തിലുകൾ, ഇവരൊക്കെ പറഞ്ഞ വാചകം. ഇപ്പം യൻസൂർ റബ്ബിന എന്നോർത്ത് അശ്അരി എന്ത് പറയും? യൻസൂർ റഹ്മത്ത് റബ്ബിന. അതേപോലെ വജ്ഹുല്ലാ എന്ന അശ്അരി അർത്ഥം വെക്കും അള്ളാഹുവിൻ്റെ തൃപ്തി, റിള. അതിലൊരുത്തും വരൂല. അത് വേറെ, അത് വജ്ഹിൽ തൃപ്തി അർത്ഥമുണ്ട്, അത് വേറെ. ഇല്ല ബത്തിഖാ വജ്ഹി റബ്ബിൽ അഅ്ല, അവിടെ തൃപ്തി അർത്ഥമുണ്ട്, അവിടെ അർത്ഥം വെക്കുകയും ചെയ്യാം മറ്റേ വജ്ഹി നിഷേധിക്കാതെ. ഓരോ അർത്ഥം വെച്ചെന്തിനാണ്? മറ്റ് നിഷേധിക്കാനാണ്. അർ റഹ്മാൻ ഇസ്തവ, ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇവർ പറയും ഇസ്തൗല എന്നർത്ഥം, ആധിപത്യം നേടിനാണ്, അർശിൽ ആധിപത്യം ചെലുത്തിയിരിക്കുന്നു. എന്നാൽ പിന്നെ ഇസ്തവ എന്ന് വാക്കിന്റെ സ്ഥാനത്ത് അല്ലാഹ് ഖുർആനിൽ ഇസ്തൗല എന്ന് ഉപയോഗിച്ചാൽ പോലെ. എന്നാ ഈ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇസ്തവ എന്ന് വിശ്വസിച്ചാൽ പോകാൻ കാഫിറാകാം കണക്കിന്. അല്ലാഹ് അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ കാഫിറാകുന്നതാണ് അശ്രീകളുടെ വിശ്വാസം. അപ്പൊ ഖുർആനിൽ ഇസ്തവ എന്നുണ്ടല്ലോ, അവിടെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല എന്നർത്ഥം വെക്കണം എന്നാണ് പോലും പറയാം. മനസ്സിലായിട്ടുണ്ടോ? സമസ്തക്കുണ്ട്. സമസ്തക്കുണ്ട് മാത്രമല്ല, സമസ്ത അതിനെ വളരെ ശക്തമായി ശരിയായ വിശ്വസത്തിൽ പരിഹസിക്കുന്നുമുണ്ട്. ഇപ്പം അൽമലാളിൽ പണ്ട് ലേഖനം വന്നു, അള്ളാഹുവിൻ്റെ ഒഴിവുമായി ബന്ധപ്പെട്ട്, അള്ളാഹു ഉപരിയിലാണ് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ലേഖനം വന്നു. അള്ളാഹു എവിടെ എന്നൊരു ഹെഡിങ്. അത് നബി ചോദിച്ച ചോദ്യമാണ്. മുആവിയ ബിൻ അംർ സുലമി എന്ന സ്വഹാബി അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീയെ ഒരു സന്ദർഭത്തിൽ അടിച്ചുപോയി, ദേഷ്യം വന്നപ്പോൾ. പിന്നെ കുറ്റബോധം ഉണ്ടായി, അടിക്കണ്ടില്ല എന്ന് വിഷമായി പോയി. അങ്ങനെ ആ കുറ്റബോധത്താൽ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അവരെ മോചിപ്പിക്കാം, ഒരു പ്രായച്ചിത്തമായിക്കൊണ്ട് അവരെ മോചിപ്പിക്കാം, ഞാൻ അടിമാവണ്ട, ഒരു സ്വതന്ത്രമായിക്കോട്ടെ. അപ്പം നബിനടുത്ത് വന്നു, നബി ഞാനിങ്ങനെ അടിമ സ്ത്രീ അടിച്ചു, ഒരു ദേഷ്യം വന്നപ്പോൾ അടിച്ചോയതാണ്, ആട് നോക്കാൻ പോയി, വന്നപ്പോൾ ആടിനെ കാണാനില്ല, അപ്പോൾ ആ ദേഷ്യത്തിന് ഒന്നാണ് കൊടുത്തതാണ്, പിന്നെ എനിക്ക് ഭയങ്കര വിഷമായി പോയി, അപ്പം ഞാൻ അവളെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പം നബി തങ്ങൾ പറഞ്ഞു ഓളെ കൊണ്ടുപോകാറ്. അപ്പോൾ കൊണ്ടുവന്നു. ഓള് മുസ്ലിമാണോ അല്ലേ നോക്കാൻ നബി തങ്ങൾ രണ്ട് ചോദ്യം ചോദിച്ചു. ഒന്ന് ഐനല്ലാ, അല്ല എവിടെ? അപ്പം പറഞ്ഞു ഫിസ്സമ, ഉപരിയിലാകുന്നു. മൻ അന, ഞാൻ ആലോചിച്ചു. അന്ത റസൂലുള്ളാ, നിങ്ങൾ അല്ലാഹു റസൂലാണ്. അപ്പം നബി പറഞ്ഞു അഅ്തിഖ, നീ മോചിപ്പിച്ചോ, ഫഇന്നഹ മുസ്ലിമ, അവൾ മുസ്ലിമത്താകുന്നു. അപ്പോൾ ഒരു മുസ്ലിമത്താവാൻ ഏറ്റവും ബേസിക് നോളജ്, ഏറ്റവും മിനിമം കാര്യമാണ് ഈ രണ്ട് ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞാൽ മുസ്ലിമാണെന്ന് മനസ്സിലാക്കാം. ഈ വിഷയം പഠിപ്പിക്കാൻ അൽമാന ലേഖനം വന്നത്, ഹെഡിങ് കൊടുത്ത അള്ളാഹു എവിടെ നബി ചോദിച്ച ചോദ്യമാണ്. അതിനല്ലാ എന്നൊരു പേരോട് മുസ്ലിം പ്രസംഗം കാണാം, മുജാഹിദിന് അള്ളാഹിനെ കാണാനില്ല, അൽമാന പരസ്യം കൊടുത്തിരിക്കുന്നു അള്ളാഹു എവിടെ. അള്ളാഹു ഇറങ്ങുമെന്നതിന് അയാൾ പരിഹസിച്ചു. രാത്രി 3:1 അള്ളാഹു 1-ാം ദിവസത്തേക്ക് ഇറങ്ങുന്ന ഹദീസ് ധാരാളം പരമ്പര വന്ന ഹദീസാണ്. ഒരുപാട് സ്വഹാബിമാർ ഉദ്ധരിച്ചു, ഒരുപാട് വ്യത്യസ്തമായ സ്ഥലത്തൂടെ ഉദ്ധരിക്കപ്പെട്ട, തർക്കമില്ലാത്ത, മുത്തവാത്തിറായി സ്ഥിരപ്പെട്ട, ആശയം മുത്തവാത്തിറായി വന്ന ഹദീസാണ് അള്ളാഹു 1-ാം ദിവസത്തേക്ക് ഇറങ്ങുന്നുള്ളത്. അപ്പം ഞാൻ അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ 3-1 ഇങ്ങനെ മാറി 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 വരിക ലോകത്ത് എല്ലാ സ്ഥലത്തും ഒപ്പം തന്നെ 3-1, ഈ സമയം ഇങ്ങനെ മാറുമല്ലോ, അപ്പം അല്ല ഇങ്ങനെ എപ്പോഴും ഇറങ്ങേണ്ടി വരിക, പിന്നെ എപ്പോഴാണ് അല്ല കയറുകയെന്ന് ചോദിച്ചു. അതൊക്കെ എന്താണ്? ഈ പരിഹാസമാണ്. അതേ ചോദ്യം ശബാബിലും വന്നു. ഏത്? അതാ നമ്മക്കല്ലേ ഈ 3-1 ഈ ഭൂമിയൊക്കെ ഓരോ വിശ്വാസം അല്ല എല്ലായിടത്തുള്ളതാണ്. അല്ല ഉപരിത പറയാൻ പറ്റില്ല, അതെല്ലാ സ്ഥലത്തും ഉണ്ട്. അതെല്ലാ സ്ഥലത്തും ഉണ്ടെന്ന വിശ്വാസം ആയതാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. തബ്ലീഗികളുടെ വിശ്വാസം തന്നെയാണ്. തബ്ലീഗ് അല്ല ഇവിടെ വെച്ചോണ്ടി എല്ലായിടത്തും ഉണ്ട് അറിയും, അതേപോലെ ഉള്ളൂ, എല്ലായിടത്തും ഉണ്ടെന്ന് പറയാം. ഒരു പിന്നെ പഠിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം യഥാർത്ഥത്തിൽ ഇത് അവർ പ്രചരിപ്പിക്കുന്ന വിശ്വാസം ഇത് തന്നെയാണ്, അല്ലാതെ അഹ്ലുസുന്നയുടെ ശരിയായ വിശ്വാസം അത് ശരീഅത്താണ്. കാരണം അല്ല ഉപരിയിലാണെന്ന് പറഞ്ഞാൽ അപ്പം അള്ളാഹ്ക്ക് സ്ഥലം ആവശ്യം ഉണ്ടാവൂലേ? അപ്പം ആകാശം പടക്കണമെങ്കിൽ അല്ല എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പം അള്ളാഹ്ക്ക് സ്ഥലത്തിന് ആശ്രയിക്കേണ്ടതുണ്ടോ? അതിനാണ് അഹ്ലുസുന്ന പറഞ്ഞത് മുസ്തഗ്നിൻ അൻ ഖൽഖിഹി, അള്ളാഹു തആല അർശിനെയോ ആകാശത്തെയോ അള്ളാഹ് ആശ്രയിക്കുന്നില്ല. അള്ളാഹിന് ഇസ്തിവാ നമ്മുടെ ഇസ്തിവാ പോലല്ല. ഇസ്തിവാന് ഉപവിഷ്ടനായി എന്നാണ്. നമുക്ക് സ്ഥലത്ത് ഉപവിഷ്ടനാകണമെങ്കിൽ ആ സ്ഥലത്തെ ആശ്രയിക്കണം. കസാലിൻ്റെ കാല് പൊട്ടി അമ്മോട് പോകും, കമ്മതി ആശ്രയിച്ചിരിക്കണത്.
അള്ളാഹു തആല ഇസ്തിവാ ഈ ഇസ്തിവായേ അല്ല. അതുകൊണ്ട് അള്ളാഹ് അർശിനെ ആശ്രയിക്കുന്നുമില്ല. അതല്ലേ പ്രശ്നം വരുള്ളൂ. ഇവർ ആ നിലക്ക് ആലോചിച്ചത്. എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ വരുന്നു? അള്ളാഹുവിൻ്റെ വിശേഷണം പറയുമ്പോൾ സൃഷ്ടികളുടെ വിശേഷണം ആദ്യം മനസ്സിൽ വിചാരിക്കും. അത് വെച്ചിട്ട് അള്ളാഹിനെ പറ്റി ഓൻ ചിന്തിക്കും. അപ്പോഴേ ചോദ്യം ചോദിക്കണമൊക്കെ, അല്ലെങ്കിൽ ആ ചോദ്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു വിചാരിച്ചാൽ അത് അറിവ് കൊണ്ട്, അതെ അള്ളാഹു അറിവ് കൊണ്ട് എവിടെ ആയാലും അള്ളാഹ് അറിയും. അതുപോലെ എന്നൊക്കെ പറഞ്ഞു. അള്ളാഹ് എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. അത് അള്ളാഹു മൂന്നാൾ സംസാരിച്ചാൽ നാലാമൻ റബ്ബുണ്ടാകും, അഞ്ചാൾ സംസാരിച്ചാൽ ആറാമൻ റബ്ബുണ്ടാകും. അതെന്താണ്? ഇൽമ കൊണ്ടാണ്. അള്ളാഹിൻ്റെ ഇൽമ, അവൻ്റെ പിന്നെ ഹിക്മത്ത്, അവൻ്റെ ഖുദ്റത്ത്, ഇതൊക്കെ എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ അല്ലാഹു തആല ഉപരിലോകത്താകുന്നു. അതാണ് അമിൻതും മൻ ഫിസ് സമാ. അതുകൊണ്ടാണ് മിറാജ് യാത്ര നബി അങ്ങോട്ട് പോയത്. മിറാജ് യാത്ര നബിനെ ആകാശത്ത് കൊണ്ടതല്ലേ. എന്തിനാണ് ഉണ്ടായത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വഹി അവിടുന്ന് ഇറങ്ങിയതല്ലേ. വഹി അവിടുന്ന് ഇറങ്ങാണ്. അല്ലാഹു ഉപരി അല്ലെങ്കിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ എങ്ങോട്ടാ കൈ വേണ്ട. ഏത് യുക്തിവാദി പോലും ഒരു ഗതി മുട്ടുമെന്നാ പറയാ, മേലെ എടുത്തിട്ടോ മറക്കണ്ട അറിയും. അറിയാതെ വരും പുറത്തേക്ക്. അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. അശൈല വാദപ്പരം മേലെ എടുത്തിട്ടുണ്ടാകുമ്പോൾ മേലെ ഉദ്ദേശിച്ചാൽ ഓ ഗാഫിറാവുന്നതാണ്. സ്ഥാനം കൊണ്ട് മേലെ എന്ന് പറയാം, അല്ലാതെ ഈ സ്ഥലം കൊണ്ട് മേലെയാണ് ഉദ്ദേശമെങ്കിൽ വാൻ ഗാഫിറായി പോകുന്നതാണ്. അപ്പോൾ ആ മിൻതും മംഫിസമ എന്ന് ഖുർആനിലുണ്ട്. ഇതെന്ത് ചെയ്യും? അമിൻതും മംഫിസമ എന്ത് ചെയ്യും? അർ റഹ്മാൻ അർശിസ്തവ എന്ത് ചെയ്യും? അതാ ഇമാം മാലിക്കിനോട് ചോദിച്ചത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചു, കൈഫൽ ഇസ്തിവാ, എങ്ങനെയാണ് ഇപ്പം ഇസ്തിവാ? അർ റഹ്മാൻ അർശിസ്തവ എന്ന ആയത്തിൽ എങ്ങനെയാണ് ഇസ്തിവാ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. കാരണം അതുവരെ ഇല്ലാത്ത ചോദ്യമാണ്. നബി തങ്ങൾ ഈ ആയത്തൊക്കെ പഠിപ്പിച്ചപ്പോൾ ഒരു സ്വഹാബിയും ചോദിച്ചിട്ടില്ല കൈഫൽ ഇസ്തിവാ. സ്വഹാബത്തിന് കൈമാറിയപ്പോൾ താബിയും ചോദിച്ചിട്ടില്ല കൈഫൽ ഇസ്തിവാ. ഒരു പുതിയ ഫിത്ന തുടങ്ങുകയാണ്, യുക്തിവാദം ആരംഭിക്കുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തലയും ബാറ്റോടെ ഇരുന്നു. ഇതിൻ്റെ മുഖഭാവമാകാൻ മാറി ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ, അതിന് പിറകെ ഒരുപാട് ഫിത്നകളെ അദ്ദേഹം മുൻകൂട്ടി കാണുന്ന പോലെ അദ്ദേഹം മുഖഭാവം മാറി. പക്ഷെ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ അത് അതിന് മേലെ ഫിത്നാവും. പിന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തല ഉയർത്തി പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം. ഇസ്തിവാ ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെയെന്നുള്ളത് അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, ചോദിക്കൽ ബിദ്അത്താകുന്നു. അഖ്രിജു ഹാദർ റജുൽ, ഇയാളെ ഇവിടുന്ന് പുറത്താക്കണം. ഇൻ അറാഹു ഇല്ലാ റജുല സൂ, അയാൾ ദുഷിച്ച ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആകത്തുക മനസ്സിലാക്കിയാൽ മതി. ഓരോന്ന് വായിച്ചാൽ നമുക്കൊന്നുമില്ല. ഇവൻ്റെ കൈമിനെ വാചകമായതോടെ കുറച്ചൊരു കെട്ടിക്കുടുക്ക് വാക്കുകളുണ്ടാവും. ഇതിൻ്റെ ഒരു ആകത്തുക വെച്ചാൽ ഇപ്പം ഈ പറയപ്പെട്ട ആളുകൾ, തഅ്വീൽ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിൻ്റെ സിഫാത്തിൽ പല രൂപത്തിൽ തെറ്റിപ്പോവുക. ഒന്ന് തഅ്വീൽ ചെയ്യുന്ന ആളുകൾ, രണ്ട് തംസീൽ ചെയ്യുന്ന ആളുകൾ, മൂന്ന് തശ്ബീഹ് ചെയ്യുന്ന ആളുകൾ, തഅ്തീലിൻ്റെ ആളുകൾ. ഇത് നാലും തെറ്റായ രീതിയാണ്. അല്ലാഹു തആലയുടെ യദ്, കൈ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം പറയും അത് സൃഷ്ടികളുടെ കൈ പോലെ തന്നെയാകുന്നു. ഒരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തുന്നവർ, അത് പാടില്ല. തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തുക. രണ്ട് തംസീൽ, ഉദാഹരണം പറയുക. അള്ളാഹുവിൻ്റെ കൈ ഇന്ന രൂപത്തിലാകുന്നു എന്ന് പറയാം, അത് തംസീൽ, മിസാല് പറയാം, അതും പാടില്ല. കൈഫിയത്തല്ല, അത് മിസാല് പറയാം. തക്കീഫ്, കൈഫിയത്ത് പറയാം, അതിന് ഒരു രൂപം പറയാം. തഴ്ത്തിൽ നിഷേധിക്കാം. എതെന്ന് ഖുർആനിലൊക്കെ ഉണ്ട്, പക്ഷേ എതില്ല, അള്ളാഹ് കൈയില്ല എന്ന് പറയുന്നത് തഴ്ത്തിൽ നിഷേധിക്കലാണ്, അതും പാടില്ല. തഅ്വീൽ, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക. അല്ല, ഏത് വ്യാഖ്യാനം അവിടെ എത് എന്ന് പറഞ്ഞാൽ എത് എന്നല്ല, ഖുദ്റത്ത് എന്നാകുന്നു. ശക്തി എന്ന അർത്ഥമല്ല, കൈ എന്നല്ല, അത് വ്യാഖ്യാനമാണ്. ഇത് നാലും തെറ്റാണ്. അഹ്ലുസുന്നയുടെ നയം ഖുർആനും ഹദീസും എന്ത് വന്നോ എങ്ങനെ വന്നോ അതങ്ങനെ അംഗീകരിക്കുന്നു. നമ്മൾ നിഷേധിക്കാനും പോകാൻ പാടില്ല, നമ്മളെ വക ഉദാഹരണം പറയാനും പാടില്ല, നമ്മുടെ വക സാദൃശ്യപ്പെടുത്താനും പാടില്ല, നമ്മുടെ വക വ്യാഖ്യാനം പറയാനും പാടില്ല. ഈ നാലും സൂഉൽ തന്നാണ്, അതാണ് പറഞ്ഞ ആകത്തുക. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സൃഷ്ടിക സിഫത്ത് പോലെയാണ് എന്നൊരുത്തം പറഞ്ഞാലോ അള്ളാഹിനെ പറ്റി മോശമായി വിചാരിച്ചു. അള്ളാഹു തആല ഖുർആനിൽ യദ്, നുസൂല് തുടങ്ങിയതൊക്കെ ഖുർആനും ഹദീസിലും പഠിപ്പിച്ചാലും അതൊന്നും ആ അർത്ഥമല്ല എന്ന് പറഞ്ഞാലോ
അവിടെ നിശ്ചയിച്ചു. അപ്പോൾ അവിടെ ചോദ്യം ഇബ്നു 3 ചോദ്യം ചോദിക്കാം അവനോട്. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം ഉണ്ടല്ലോ, അപ്പം അള്ളാഹുവിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കുദ്റത്ത്, അതപ്പോൾ അശ്ശരികൾക്ക്. അശ്ശരികളെ സംബന്ധിച്ച് യദുല്ല എന്ന് പറഞ്ഞാൽ കുദ്റത്തുല്ല, അള്ളാഹിൻ്റെ കുദ്റത്ത് എന്നാണ്. അതിലാണ് അബുൽ ഹസൻ അശ്ശരിക്ക് പിന്നെ തിരിച്ചു പോകുന്നതൊക്കെ സംവാദം നടത്തിയപ്പോൾ യദുല്ല അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവിടെ യദന കുദ്റത്ത് എന്നാണ്. അപ്പോൾ ഖുർആനുണ്ട് ബൽ യദാഹു മബ്സൂത്തത്താനി, അവർ 2 കൈകളും നീട്ടപ്പെട്ടതാകുന്നു. അവിടെ എന്താ അർത്ഥം വെക്കുക ചോദിച്ചു, 2 കുദ്റത്ത് അർത്ഥം വെക്കാൻ പറ്റുമോ ചോദിച്ചു. അതിലാണ് 30 സ്റ്റക്കായത്. യദാഹു, അപ്പം 2 കൈകൾ എന്നുള്ളത് 2 കുദ്റത്തുകൾ എന്ന് വെക്കേണ്ടി വരില്ലേ? അത് മൂപ്പർക്കാകെ സ്റ്റക്കായി ചിന്തിച്ച് അയിമതാണ്. പിന്നെ മൂപ്പര് മാറ്റം വരുന്നതൊക്കെ 2-3 പോയിൻ്റാണ്. ഒരു പോയിൻ്റ് അതാണ്. മറ്റൊന്ന് ആദ്യത്തെ വാജിബ്, വിശ്വാസിയുടെ 1ാമത്തെ വാജിബ് ഫിക്റാണ് അശ്ശരികൾക്ക്. ശരിയായ മൗലവിമാരുടെ മര്യാദ വെച്ചാൽ മതി. ഈ കാണുന്ന മുസ്ലിമീങ്ങളെ വെച്ചാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അശ്ശരിയത്ത് പ്രകാരം നാടന്മാരൊന്നും മുസ്ലിം അല്ല. അത് മൗലവിമാർ പുറത്ത് പറയാന്നുള്ളൂ. കാരണം 1ാമത്തെ വാജിബ് അള്ളാഹിനെ പറ്റി ചിന്തിക്കലാണ്. ചിന്തിച്ചിട്ട് അള്ളാഹിനെ മനസ്സിലാക്കിയ ഒരാൾ മുസ്ലിം ആവുള്ളൂ എന്നാണ്. ആകാശം മുഴുവനെ കണ്ട് ഇതൊന്നും വെറുതെ ഉണ്ടാവില്ലല്ലോ, ഇതൊക്കെ ഉണ്ടാക്കി ഒരുത്തം വേണമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ ഓനെ ബോധ്യപ്പെട്ടു സിട്ടാവ് വേണം. ആ സിട്ടാവ് ഒരു 10 പറ്റോ 4 പറ്റോ അല്ല 1 പറ്റുള്ളൂ, അതൊക്കെ ആലോചിച്ച് ഓനെ മനസ്സിലായത് 1 പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഖുർആൻ്റെ ആയത്ത് കണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, അപ്പോൾ ഉറപ്പായോ വിശ്വസിച്ചു. ഇതാണ് മുസ്ലിം. ഇങ്ങനത്തെ ആവണം. 1ാമത്തെ വാജിബ് ഫിക്റാണ്, ചിന്തിക്കലാണ്. അവിടെ വാപ്പ മുസ്ലിമായപ്പോൾ കുടുംബം ഒന്നാകെ ഇസ്ലാമിക്ക് വന്നു, പറ്റൂല, ഓരോ മുസ്ലിമായി കണക്കാക്കൂല അശ്ശരിയത്ത് പ്രകാരം. അവിടെ അവര് വാജിബ്, 1ാമത്തെ വാജിബ് അൽ ഫിക്റു, ചിന്ത എന്നാണ് അശ്ശരിയത്ത്. അപ്പം അശ്ശരികൾ വേറെ ചില ആളുകൾ വന്നു, അത് ശരിയാവില്ല. കാരണം ചിന്തിക്കണമെങ്കിൽ അത് സംശയം ഉണ്ടാവണ്ടേ, അല്ല ചിന്തിക്കുന്നല്ലോ. അവിടെ 1ാമത്തെ വാജിബ് ഫിക്റല്ല, സംശയിക്കലാകുന്നു. അപ്പോൾ ആദ്യത്തെ വാജിബ് സംശയം. അങ്ങനെ കുറച്ചാൽ സംശയിച്ച് നടന്നിട്ട് പിന്നെ ഓനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആലോചിച്ച് നടന്നപ്പോൾ ഓന് ബോധ്യപ്പെട്ടു. ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടണം, യുക്തി കൊണ്ട് ബോധ്യപ്പെടണം, സട്ടാവ് വേണം. ഒരു ആയത്ത് കണ്ടു, അത് ഓൻ വിശ്വസിച്ചു, പറ്റൂല, ഓനെ മുസ്ലിമായി കൂട്ടൂല. അങ്ങനെയാണ് അബുൽ മആലി അൽ ജുവൈനി എന്ന് പറയുന്ന അശ്ശരികളുടെ ഏറ്റവും വലിയ നേതാവ്, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭൻ, ഇമാമുൽ ഹറമൈൻ, 2 ഹറമിലും ഇമാമായതുകൊണ്ട് ഇമാമുൽ ഹറമൈന് പേരിട്ടതാണ്. 419 ജനിച്ച് 478 മരിച്ചാണ് ഹിജ്റ വർഷം. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു അവിശ്വാസിയായ മനുഷ്യൻ സംശയിച്ച് നടക്കുകയാണ്, അല്ലാഹ് ഉണ്ടോ ഇല്ലേ സംശയിക്കുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിതത്തിൽ ഇന്നേ വരെ സംശയിച്ചിട്ടുമില്ല. ഇതിൽ ആരാണ് അഫ്ദൽ വെച്ചു? കാരണം മറ്റോ 1ാമത്തെ വാജിബ് തുടങ്ങി, ഇവനോ തുടങ്ങിയിട്ടില്ല. അപ്പം ജുവൈനിക്ക് പറയേണ്ടി വന്നു, ആ കാഫിറാകുന്നു അഫ്ദൽ എന്ന്. അപ്പം പിന്നെ ഓരടി തർക്കം വന്നു, അപ്പം ഇവരൊക്കെ മുസ്ലിമാണോന്ന്. ചിലർ തുറന്ന് പറഞ്ഞു, ആമത്തുന്നാസ് ഒന്നും മുസ്ലിമീങ്ങളല്ല, സാധാരണക്കാരൊന്നും മുസ്ലിമീങ്ങളല്ല എന്ന്. ഓരടിയിൽ 2-3 ഗ്രൂപ്പുണ്ട്. അശ്ശരികൾക്കിടയിൽ 2-3, ഈ വിഷയത്തിൽ 3 ഗ്രൂപ്പുണ്ട്. അപ്പം അതിൽ അവർക്കിടയിൽ ചിലരൊക്കെ പറഞ്ഞു ഓരൊന്നും മുസ്ലിം അല്ല. അത് ഉത്തരം പറഞ്ഞു തൽക്കാൻ ജയിച്ച് പോന്നെങ്കിലും ജുവൈനിക്ക് അത് പിന്നെ ഇങ്ങനെ വല്ലാത്തൊരു പൊറുതേട്, അതിപ്പോൾ എങ്ങനെ പറയാ. പിന്നെ മൂപ്പ് കാഴ്ച അല്ല, അപ്പം ഞാൻ മുസ്ലിമാണോ? കാരണം എന്താണ്, ജനിച്ചപ്പോൾ മുസ്ലിമായി ജനിച്ചതല്ലേ, പിന്നെ അങ്ങനെ പഠിച്ചു പോകുന്നതല്ലാതെ ഇന്നേ വരെ ലോകത്തെ സിട്ടാവുണ്ടെന്ന് ആലോചിച്ച് ബോധ്യപ്പെട്ടൊന്നുമല്ലല്ലോ. അപ്പം മൂപ്പര് ആകെ പിന്നെ പുറത്തം വിട്ടു, നിവൃത്തില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ആകെ അസ്വസ്ഥനായി ദിവസങ്ങളോളം നടന്നു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ തലക്ക് തുടങ്ങണം. ഇനിയിപ്പോൾ ഫിക്ർ പോരാ, ഇതിനു മുമ്പ് ഷെക്ക് മടങ്ങിപ്പോണം, സംശയിക്കണം, അല്ലണ്ടോ സംശയിക്കണം, എന്നിട്ട് പിന്നെ ആലോചിക്കണം, എന്നിട്ട് ബോധ്യപ്പെട്ട് വരണം. അങ്ങനെ ഇറങ്ങി നടന്ന് ആകെ അന്തം വിട്ടിട്ട് ഒരർത്ഥത്തിൽ മാനസികമായിക്കാണ് നടക്കുക അദ്ദേഹം. അങ്ങനെ പോകുമ്പോൾ ആ പാടത്തുണ്ട് ഒരു വയസ്സായ താത്ത ഇങ്ങനെ കൃഷി ചെയ്യണം, ഒരു വല്യമ്മ. അപ്പം മൂപ്പരെന്ന് ഇങ്ങനെ നിർത്തി ചോദിച്ചു, അല്ല വല്യമ്മ ഒരു ചോദിക്കട്ടെ, എന്തേ അല്ല ലോകത്തിൽ ഇപ്പോൾ അല്ലുണ്ട് എന്താ ഉറപ്പുള്ളത് ചോദിച്ചു ഈ സ്ത്രീയോട്. അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ കൈക്കൊടുത്തിട്ട് പോയി, എന്താ അത്ര വലിയ കാര്യം പറ്റി എനിക്കിപ്പോഴും ഉറപ്പില്ല ചോദിച്ചു. നിങ്ങളുടെ കാര്യം നിങ്ങൾ പോയാണ് അവിടുന്നിട്ട് ഈ താത്തങ്ങോട്ട് ചാടി. അപ്പോഴാണ് ജുവൈനിക്ക് മനസ്സിലായത് നമുക്കില്ലാത്ത ഉറപ്പ് നാടന്മാർക്കുണ്ട്. എന്നിട്ടാണ് ഓരോ മുസ്ലിമാണല്ലോ എന്ന് ഞാൻ ചർച്ച ചെയ്തെടുക്കണത്, തൽക്കാലം ഓരോപ്പം കൂടാതെ നല്ലത് ഇത്. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചതൊക്കെ അദ്ദേഹം അശ്ശരിയത്ത് വിട്ടു. അശ്ശരിയത്ത് വിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച അഖീദത്തി അജായിസ് നൈസാബൂർ, ഈ നൈസാബൂരിലെ
ഈ കിഴവികളുടെ വിശ്വാസം മതി എനിക്ക്, ഞാൻ അതാണ് സ്വീകരിക്കുന്നതാണ്. നിങ്ങളെ ഈ ഇടാകൂടെ എനിക്ക് ആവശ്യമില്ല, ഒക്കെ വിളിച്ചു ഫിക്കറും വേണ്ട ചെക്കും വേണ്ട ഒക്കെ വിളിച്ചിട്ട് അദ്ദേഹം അഹ്ലു സുന്നയ്ക്ക് മടങ്ങിയ അവസാനം. അതിതാണ് ഈ ഇങ്ങനത്തെ ചില പോയിന്റുകളായിരുന്നു. ഇതിലാണ് അവരൊക്കെ സ്റ്റക്കായത്. കാരണം പറയാൻ പറ്റില്ല. അപ്പം ശരിക്കും അശ്ലീയത്ത് അറിയണ ഉസ്താദിനോട് ശരിയായ അശ്ലീയത്ത് പ്രകാരം ഇവിടുത്തെ സാധാരണ മുസ്ലിമീങ്ങളാണോ ചോദിച്ചാൽ റെക്കോർഡിങ്ങും ഫോണൊന്നും ഇല്ലെങ്കിൽ അല്ലാന്നേ അവർ പറയുള്ളൂ. മുഖാമുഖത്ത് അതാ പോയി ചോദിക്കേണ്ടത്. അവർക്ക് അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ, ആണെന്ന് പറയാൻ അവർക്ക് വകുപ്പില്ല. കാരണം ഇവിടെ ആരും സംശയിച്ചിട്ടില്ല, ആരും ചിന്തിച്ചിട്ടില്ല. നമ്മളൊക്കെ വാപ്പ മുസ്ലിമായപ്പോൾ നമ്മൾ മുസ്ലിമായി എങ്ങനെ പോവാണ്, ഇത് നമ്മൾ തോന്നിയിട്ടും കൂടില്ല, ഇത് മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റൂല എന്നാണ്. അപ്പം ഇനി ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ ബോധ്യപ്പെട്ട് വന്ന് അംഗീകരിച്ചൊക്കെ വരണം. അപ്പം അള്ളാഹുവിൻ്റെ ഓരോ സിഫത്തിനും പോലെ അപ്പം അള്ളാഹിനെ പറ്റി ഓരുണ്ടാക്കി എന്താണ്, അള്ളാഹിനെ പറ്റി സൃഷ്ടികളോട് ഉപയോഗിക്കാൻ തോന്നാവുന്ന എന്തൊക്കെ പ്രയോഗം ഖുർആൻ ഹദീസിലുണ്ടോ അതിനൊക്കെ വേറെ അർത്ഥം വെക്കണം എന്നാണ്. അപ്പം അള്ളാഹ് ഇസ്തിവ ആകും എന്ന് പറഞ്ഞാൽ ഇസ്തിവ പറയാൻ പറ്റൂല. അപ്പം ഇസ്തൗല അധികാരം ചെലുത്തിയെന്ന് അർത്ഥം വെക്കണം. അപ്പം അവിടെ ചോദിക്കാത്ത ചോദ്യമാണ് പറഞ്ഞത്. ഇവിടെ ഇസ്തവ എന്ന അർത്ഥം ശരിയായ അർത്ഥം വെച്ചാൽ ഓല കണക്ക് പ്രകാരം കാഫിറാവും. അർ റഹ്മാൻ അൽ അർശിസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തവ എന്ന് പറഞ്ഞ അർത്ഥം ഇസ്തവ തന്നെയാണ്. ഏത് അർത്ഥം വെച്ചാൽ ഇസ്ലാമിന് പുറത്താണ്. പിന്നെ എന്ത് വെക്കണം, ഇസ്തൗല എന്ന് വെക്കണം. അപ്പോൾ ചോദ്യം, അള്ളാഹു തആലക്ക് അവിടെ ഇസ്തവ എന്ന വാക്കിന് പകരം ഇസ്തൗല എന്ന വാക്ക് ഉപയോഗിച്ചാൽ പോലെ ഈ മനുഷ്യന്മാരൊക്കെ അപ്പോൾ കാഫിറായി പോകില്ലല്ലോ. അപ്പോൾ അള്ളാഹു തആലക്ക് ഇസ്തൗല എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ കഴിയില്ലേ? അഹ്ലുസുന്ന ചോദിച്ച സംഭവത്തിൽ അന്നത്തെ വാദപ്രതിവാദത്തെ അഹ്ലുസുന്ന ചോദിച്ചതാണ്, അള്ളാഹ്ക്ക് അവിടെ ഇസ്തൗല എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ കഴിയില്ലേ? ചെതിൽ പറഞ്ഞു കഴിയില്ല. കഴിയില്ല പറഞ്ഞാൽ എന്തായി? അള്ളാഹിൻ്റെ ഖുദ്റത്തിന് അവൻ നിശ്ചയിച്ചു. കഴിയുമെന്ന് പറഞ്ഞാലോ അപ്പം അള്ളാഹ് നീതി ചെയ്തില്ല. മനുഷ്യന്മാർക്ക് വസ്വാസം ഉണ്ടാക്കാത്ത വാക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടും ആ വാക്ക് ഉപയോഗിക്കാതെ വസ്വാസം ഉണ്ടാക്കുന്ന വാക്ക് ഉപയോഗിച്ചു. അള്ളാഹിൻ്റെ അദാലത്ത് സംശയിക്കും. അതും സുഖം തന്നെയാണ്. നീ കഴിയും അള്ളാഹ് ഉപയോഗിച്ചിട്ടില്ല, ശരി. പിന്നെ ആരാ ആദ്യം ഉപയോഗിച്ചത്? നിങ്ങളാ ശരികളെ. അപ്പം എന്തായി? അള്ളാഹും റസൂലും പഠിപ്പിച്ചതൊക്കെ ശേഷം കൺഫ്യൂഷനുള്ളതായിരുന്നു. ഞങ്ങൾ കുറച്ചാൾ വന്നപ്പോഴാണ് ആ കൺഫ്യൂഷനൊക്കെ തീർന്ന ആൾക്ക് ശരിയായ വിശ്വാസം കിട്ടിയത്. അപ്പോൾ അള്ളാഹു റസൂൽ ഇറക്കിയതിനേക്കാളും വലുത് പേരാണ് ബൽബിലെ കിതാബാണ് കഴിഞ്ഞില്ലേ. അപ്പം ഈ 3 ചോദ്യത്തോടുകൂടി അശ്ലീയത്ത് പൊളിയും. ഓർക്ക് എന്തുത്തരം പറഞ്ഞാലും പ്രശ്നമാണ്. കഴിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ഇല്ല, കഴിഞ്ഞു. കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടല്ല ഈ വാക്ക് ഉപയോഗിച്ചു? അപ്പോൾ അതാഴത്തിൻ്റെ പ്രശ്നമല്ലേ? ഇനി കഴിവുണ്ട്, അല്ലാതെ ചെയ്യാനും പറ്റുമല്ല, ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് കണ്ടുപിടിച്ചത് നിങ്ങൾ കുറച്ച് ആൾക്കാരാണ് എന്ന് സമ്മതിക്കേണ്ടത്. അപ്പം അതിന് മുമ്പുള്ളവർക്കൊന്നും ഈ പണി ചെയ്തിട്ടില്ല, അവർക്കത് മനസ്സിലായിട്ടില്ല എന്ന് വരൂലേ. ഇതോടുകൂടി അശ്ലീയത്ത് ബാത്തിലാക്കാൻ പറ്റും. ഇതായിരുന്നു അന്നത്തെ സംവാദങ്ങളൊക്കെ. അബുൽ ഹസൻ അശ്അരിക്ക് ചേർത്തി പറഞ്ഞത്. അബുൽ ഹസൻ അൽ അശ്അരി 300-കളിൽ അല്ല, അത് സ്വഹാബി, ആ പരമ്പര വന്ന ആളാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അശ്അരി കുടുംബം. അശ്അരി കുടുംബം നബി മദഹ് ചെയ്ത കുടുംബമാണ്. അശ്അരി കുടുംബത്തിനെ പറ്റി നബി ഒരുപാട് മദഹുകൾ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം സഹായവും സഹകരണം ചെയ്യുന്നതിന് മാതൃക കാണിച്ച കുടുംബമാണ് അശ്അരികൾ. നമ്മുടെ ഇൻഷുറൻസിൻ്റെ തുടക്കക്കാർ അശ്അരികളാണ്. ഇന്നത്തെ സിസ്റ്റം അല്ല, ഓരോ കുടുംബത്തെ സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാവരും മാസം സംഖ്യ കൊടുക്കുക, അതവിടെ വെക്കും. ആ കുടുംബത്തിലായിരിക്കും ബുദ്ധിമുട്ട് വന്നാലും ഓനെ സഹായിക്കും. ഇത് അശ്അരികളുടെ സ്വഭാവം. നബി അത് എടുത്തു പറഞ്ഞു. ഓരോ ഒരു ഹൈറായിട്ട് എടുത്തു. ഒരു കുടുംബത്തിൽ ഉണ്ടാക്കിയ ഒരു ഫാമിലി ചാരിറ്റി സംവിധാനം അത് തുടങ്ങി വെച്ചത്. അതാണ് ഇന്നത്തെ ഇൻഷുറൻസിനൊക്കെ അസുരായി പറയുന്നത്. താഴ്വുനിയായ കോപ്പറേറ്റീവായ ഇൻഷുറൻസുകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഏതായിരുന്നാലും ഈ അബുൽ ഹസൻ അശ്അരി ആദ്യകാലത്ത് മുഅ്തസിലിയായിരുന്നു. അബുൽ ഹസൻ അശ്അരിയുടെ വാപ്പ മരിക്കുമ്പോൾ അശ്അരിക്ക് 2 വയസ്സാണ്. അബുൽ ഹസൻ അശ്അരി വാപ്പ മരിക്കുമ്പോൾ, വാപ്പ അല്ലാഹു റസൂലിൽപ്പെട്ട ആളാണ്. വാപ്പ മരിച്ചപ്പോൾ കുട്ടിക്ക് 2 വയസ്സ് പ്രായമുള്ളൂ. പിന്നെ ഉമ്മാനെ വേറെ കെട്ടിച്ചു. ഉമ്മാനെ കെട്ടിയത് അന്നത്തെ ഏറ്റവും വലിയ മുഅ്തസിലിയാണ്. ജുബാഇ എന്ന് പറയുന്ന അന്നത്തെ വലിയ മുഅ്തസിലി നേതാവ്. ആ നേതാവാണ് ഇയാൾ ഉമ്മാനെ പിന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിയായതുകൊണ്ട് ഉമ്മാനൊപ്പം അവിടെ പോയി പിന്നെ വളർന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മദ്രസ പഠിച്ചത് ഓല മദ്രസയിൽ, പള്ളിയിൽ പോയത് ഓല പള്ളിക്കൽ, പഠിച്ചതും കിട്ടിയതൊക്കെ അവരെടുത്തു നിന്ന്. അങ്ങനെ അറിയാതെ മുഅ്തസിലിയായിട്ട് അദ്ദേഹം വളർന്നു വന്നു. അങ്ങനെ മുഅ്തസിലിയാക്കൾ വലിയ നേതാവായി. മുഅ്തസിലിയാക്കൾ വേണ്ടി അദ്ദേഹം കിതാബ് എഴുതി. മുഅ്തസിലിയാക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അഹ്ലുസുന്നയുമായി ഖണ്ഡിക്കാനും വാദപ്രതിവാദം നടത്താനും തർക്കിക്കാനും എല്ലാം അദ്ദേഹം നല്ല അറിവും നല്ല കഴിവും നല്ല ബുദ്ധി ഒക്കെ ഉള്ളതായിരുന്നു അബുൽ ഹസൻ അശ്അരി. അങ്ങനെയാണ് ചില സംവാദങ്ങളിൽ അശ്അരിക്ക് ഉത്തരം മുട്ടുന്നത്. തൽക്കാലം ഉത്തരം പറഞ്ഞ് പോയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്
ആ ഉത്തരം മനസ്സിന് സംതൃപ്തിയായില്ല. ഈ പറഞ്ഞ യദാഹു എന്നതാണ്. അവരെ ഇരു കൈകളും മമസൂത്താഹു എന്ന് പറഞ്ഞിടത്ത് എന്തർത്ഥം വെക്കും? രണ്ട് കൈ പുതിയത്തെ അർത്ഥം വെക്കാൻ പറ്റുമോ എന്നതിലാണ് മുമ്പ് തൽക്കാലം ഉത്തരം പറഞ്ഞ് ഒപ്പിച്ചു പോയി. പക്ഷേ അത് റാഹത്തായില്ല. 300കളിലാണ്. അങ്ങനെയാണ് അശ്വരീബിൻ്റെ അവസാനം മുമ്പ് ബോധ്യപ്പെട്ടു, സംഗതി എവിടെയോ എനിക്ക് പഴിച്ചിട്ടുണ്ട്, ഞാൻ അപ്പം നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെയാണ് അദ്ദേഹം കൂടുതൽ പഠിക്കാൻ ഒരുങ്ങുകയും മുഅ്തസിലിയത്ത് ശരിയല്ല എന്ന് മനസ്സിലാകുകയും മുഅ്തസിലിനെ അദ്ദേഹം വിട്ടു. മുഅ്തസിലിനെ വിട്ടിട്ട് കുല്ലാബിയ എന്ന് പറയുന്ന ഒരു വിഭാഗം അന്നുണ്ട്. കുല്ലാബിയത്ത് അഹ്ലുസുന്നയുടെയും മുഅ്തസിലത്തിൻ്റെയും ഇടയ്ക്കുള്ളതാണ്. ചില വിഷയത്തിൽ മുഅ്തസിലയോട് സാദൃശ്യമുണ്ട്, ചില വിഷയങ്ങൾ അഹ്ലുസുന്നയോടും യോജിപ്പുള്ളതാണ് കുല്ലാബിയത്ത്. അല്ല, അവിടുന്ന് വിട്ടിട്ട് കുല്ലാബിക്ക് വന്നു, കുറച്ചു കാലം പോലപ്പം നടന്നു. പക്ഷേ അവിടെയും അദ്ദേഹത്തിന് ചിലതൊന്നും പൂർണ്ണമായി സംതൃപ്തിയാകുന്ന രൂപത്തിലേക്ക് ബോധ്യപ്പെടാൻ പറ്റിയില്ല. അങ്ങനെയാണ് അദ്ദേഹം അവസാനം അഹ്ലുസുന്നയ്ക്ക് പൂർണ്ണമായും മടങ്ങുന്നതൊക്കെ. ആ കിതാബ് എഴുതി, അൽ ഇബാന അൻ ഉസൂലുൽ ദിയാന എന്ന കിതാബൊക്കെ എഴുതിയിട്ട് അദ്ദേഹം പിന്നെ രംഗത്ത് വരെ ദിവസങ്ങളോളം മാറി നിന്നു. ആൾക്കാർക്ക് വന്നില്ല, ജനങ്ങളുമായി ഇടപഴകിയില്ല. കുറേ ദിവസം അദ്ദേഹം മാറി നിന്നു. ഒറ്റയ്ക്ക് വാതടിച്ച് വീട്ടിൽ നിന്നിട്ട് അദ്ദേഹം ഒരു കിതാബ് എഴുതി. കിതാബ് എഴുതി പിന്നെ പള്ളിക്ക് വന്ന് മിമ്പർമ കയറിയിട്ട് ഈ കിതാബും പൊന്തിച്ചാൽ വന്നത്. ഇത്രയും കാലം ഞാൻ പറഞ്ഞ എല്ലാ വിശ്വാസവും ഇതാ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. മിമ്പർമ കുപ്പായം കഴിച്ചു. മിമ്പർമത് കുപ്പായം കഴിച്ചിട്ടാണ് വലിച്ചിട്ട് പറഞ്ഞു, ഈ കുപ്പായം ഒഴിവാക്കിയ പോലെ ഇത്രയും കാലമുള്ള എല്ലാ വിശ്വാസവും ഞാനിതാ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ഇനി എന്താ നിങ്ങളുടെ വിശ്വാസം? ഇതാ ഈ കിതാബിലുണ്ട്, ഇതാണ് ഇന്നു മുതൽ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ കിതാബ് പരിചയപ്പെടുത്തി കൊടുത്തൊക്കെ. അതാണ് അൽ ഇബാന അൻ ഉസൂലുൽ ദിയാന എന്ന കിതാബ്. അതിൽ അദ്ദേഹം ആദ്യത്തെ ഫസ്റ്റ് അധ്യായത്തിൽ തന്നെ ഇവരെ മുഴുവൻ ബാത്തിലാക്കുകയാണ്. ഇതൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് അതൊക്കെ ബാത്തിലാക്കിയിട്ട് അല്ലാഹു തആലയുടെ യദ്, അവൻ്റെ വജ്ഹ്, അവൻ്റെ ഐന്, അവൻ്റെ ഇസ്മഅ്, ഖദം തുടങ്ങി ഖുർആനിലും ഹദീസിലും വന്ന എല്ലാ സംഗതികളും എണ്ണിയോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതുവരെ ഞാനുണ്ടായ വിശ്വാസത്തെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ഇനി എന്താ നിങ്ങളുടെ അഖീദ? ആ കിതാബിൻ്റെ ശൈലി അതാണ്. എൻ്റെ അഖീദ അള്ളാഹിൻ്റെ കിതാബാണ്, റസൂലിൻ്റെ സുന്നത്താണ്. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് എന്താണ് അഖീദയായി സ്വീകരിച്ചത്? അതാണ് ഇന്നു മുതൽ എൻ്റെ അഖീദ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് അന്ന് ഐഡൻറ്റിറ്റിയാണ്. എൻ്റെ ഖുർആനും സുന്നത്താണ് എല്ലാവരും പറയണത്. മുർജിയാക്കളുടെ വാദവും ഖുർആനും സുന്നത്താണ്. അപ്പം ഇമാം അഹ്മദിൻ്റെ നിലപാട് എൻ്റെ നിലപാടെന്നാലോ പിന്നെ ചോദിക്കാന്നില്ല, ക്ലിയറാണ്. അവിടെ എൻ്റെ നയം ഇന്നു മുതൽ ഇമാം അബൂ അബ്ദുല്ലാ അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് ഖായിലൂൻ, ഇമാം അഹ്മദ് എന്താണോ പറഞ്ഞത് അതാണ് ഇന്നു മുതൽ ഞാനും പറയുന്നത്. ഫനഖൂൽ, അതെ, അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ അധ്യായം അള്ളാഹുവിൻ്റെ വജ്ഹ്, അടുത്ത അധ്യായം അള്ളാഹുവിൻ്റെ ഐന്, അടുത്ത അധ്യായം അള്ളാഹുവിൻ്റെ യദ്, അതിന് വന്ന ഓരോ ആയത്തുകൾ, ഹദീസുകൾ എണ്ണെടുക്കും. എന്നിട്ട് പിന്നെ ബൽക്ക് മറുപടി. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, നീ ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഗണന കൊടുക്കുന്നതാണ് അൽ ഇബാന എന്ന ആ ഗ്രന്ഥം. അപ്പോൾ അതൊക്കെ ഈ വിഷയങ്ങളിലാണ് അവർക്ക് മാറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹിനെ പറ്റി തസ്ബീഹ് പറഞ്ഞാലും തംസീല് പറഞ്ഞാലും തഅ്തീൽ നിഷേധം ചെയ്താലും തഅ്വീൽ തഹരീഫ് വ്യാഖ്യാനം നിർവഹിച്ചാലും ഈ തഹരീഫുണ്ട്, മാറ്റം വരുത്തൽ. തഹരീഫ് എന്നാൽ അക്ഷരം മാറ്റാം, അതാണ് ഇസ്തവ ഇസ്തൗല. ഒരു വാക്ക് ഒരു അക്ഷരം മാറ്റി കൊടുക്കുക, ഒരു ഹർക്കത്ത് മാറ്റി കൊടുക്കുക, അപ്പം ബലുവൻ അർത്ഥമാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫഖദ് അസാ അല്ലാഹു ബിഹി, അള്ളാഹിനെ പറ്റി അവൻ മോശം വിചാരിച്ചതാണ്. അതാണ് അത് അവസാനിക്കുന്നത് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. ഫകുല്ലു ഹൗലാഇ, ആ പേരത്തിന് താഴെ പഴച്ചൊക്കെ പഴച്ചാക്കിയത് തന്നെയാണ്. അതും മിക്കവാറും അസ്മാഉ സിഫാത്തിലാണ്. മിക്കവാറും കക്ഷികൾക്ക് പഴച്ചത് അസ്മാഉ സിഫാത്തിലാണ്. അതുകൊണ്ടാണ് ഒരു അല്ലാഹനെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത്. അവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ മുഅത്തിലു യഅ്ബുദു അദബൻ വൽ മുശബ്ബിഹു യഅ്ബുദു സനമൻ. എല്ലാ സിഫാത്തും നിഷേധിക്കുന്നവർ അവർ ഒന്നുമില്ലാത്തതാണ് ആരാധിക്കുന്നത്. അള്ളാഹുവിന് ജിസ്മുണ്ട്, തശ്ബീഹ് ചെയ്യുന്ന ആളുകൾ അവർ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. ഒരു ശരീരം മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് അതാണ് അള്ളാഹ് വിചാരിച്ച അതിനാരാധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വിഗ്രഹമാണ്. അള്ളാഹുവിന് യദില്ല, വജഹില്ല, അവന് സിഫത്തില്ല, ഖുദ്റത്തില്ല, സമഇല്ല, ബസറില്ല, ഇൽമില്ല, ഹയാത്തില്ല എന്നൊക്കെ പറഞ്ഞാലോ പിന്നെ അല്ലല്ല. അവൻ ആരാധിക്കുന്നത് ഒന്നുമില്ലാത്തവനെയാവുന്നു. അൽ മുശബ്ബിഹു യഅ്ബുദു സനമൻ വൽ മുഅത്തിലു യഅ്ബുദു അദമൻ. ഇബ്നു തൈമിയ്യയുടെ വിശ്വപ്രസിദ്ധമായ പദപ്രയോഗം ഇതെല്ലാം വിട്ടു. അപ്പോൾ ഇവരൊക്കെ ഇബ്നു തൈമിയ്യ ഇബ്നു ഖയ്യിമൊക്കെ അഖീദ എഴുതുമ്പോൾ അന്ന് പോലെ നാട്ടിൽ ഇവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോണത്. ഈ ഓരോ വാക്കും ഓരോരുത്തർക്കുള്ള ചവിട്ടേക്കാരം നമുക്കിത് മനസ്സിലാവില്ല. ഇത് ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും ഒന്ന് കാശ്മീർക്ക് ഖണ്ഡനം, മറ്റ് മുർത്തസിക്ക് ഖണ്ഡനം, ഇത് ഖദരിക്ക് ഖണ്ഡനം, ഇത്
ജഹ്മിക്ക് ഗണനം ഇവരൊക്കെ ഗണ്ണിച്ചുകൊണ്ടാണ് ഓരോ വാക്കും ഇതിലിങ്ങനെ പറഞ്ഞു പോകുന്നത്. അവസാനം ഇബ്നു ഖയ്യിം പറയുന്നു ഫക്കുല്ലുഹാ ഉലായി, ഇവരെല്ലാവരും ഈ പറഞ്ഞ വിശ്വാസ ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്നവർ അവരൊക്കെ മിനല്ലാഹിന ബില്ലാഹി വന്നസൗ, അള്ളാഹിനെ പറ്റി മോശമായ വിചാരം വെച്ച് പുലർത്തുന്നവരാണ്. അല്ലല്ല അവിടെ അത് പറയാൻ മുട്ടായി. അശ്അരി ഇമാം തൗബ ചെയ്ത് മടങ്ങി. മുഅ്തസിലി ചിന്താഗതിയാണ് പിന്നെ അശ്അരി എന്ന പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്തത്. ആ വഞ്ചന്റെ കുപ്പായ എടുത്തിട്ടിട്ട് അശ്അരിൻ്റെ ആൾക്കാരൊന്നും വേണ്ട ചില മനുഷ്യന്മാർ ഇറങ്ങിയത്, അതാണ് ഇവിടെ മാറിയത് ഉണ്ട്. ഇവര് പറയും ആ ഇബാന വേറെയാണ്, ഈ ഇബാന വേറെയാണ് പറയും. ഇബാന നമുക്കിത് വാങ്ങാൻ കിട്ടും, നമ്മളത്തൊക്കെ ഉണ്ട്, ജാമ്യയിലുണ്ട്, എൻ്റെ അടുത്തുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഈ കിതാബ് ഇബാന. ഞങ്ങളൊക്കെ വായിച്ചു തോന്നാം അൽഹംദുലില്ലാ. ഇത് പറഞ്ഞാൽ ഒരു അത് വേറെ ഇബാനയാണ്, മറ്റ് വേറെ ഇബാനയാണ്. എന്നാൽ മറ്റേ ഇബാന എവിടെ? അതില്ല എളുപ്പമുണ്ടല്ലോ. കരുതൂർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഇബാന അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. ഈ ഇബാനങ്ങളൊന്ന് ജസ്റ്റ് പരിഭാഷപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാത്തർക്കും തീരും. അപ്പം അതിന് പിന്നെ ന്യായം കണ്ടെത്തലാണ്. അത് വേറെ ഇബാനാണ്, ഇത് വേറെ ഇബാനയാണ്. പേരോട് പണ്ട് വാഴക്കട വന്നല്ലോ, പിന്നെ അടുത്ത് 6 ഐറ്റം ഇബാന ഉണ്ട്, ഇതിൽ ഏത് ഇബാനയാണ് മറ്റേ ഇബാനൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിശ്വാസമാക്കാന്നുള്ളൂ. അപ്പം അശ്അരി ഇമാമിൻ്റെ സാക്ഷാൽ അഖീദ അൽ ഇബാന എന്ന കിതാബിലുണ്ട്, അത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല ആദ്യകാലത്ത് അഖീദ പഠിപ്പിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ഒരു കിതാബും ഞങ്ങൾ അംഗീകരിക്കുന്നത് പറയാൻ കഴിയില്ല. ഇമാം ബുഖാരി ഖൽഖു അഫ്ആലുൽ ഇബാദ് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇമാം ബൈഹഖി അസ്മാഉ സിഫാത്ത് അംഗീകരിക്കാൻ കഴിയില്ല. ഇബ്നു ഖുസൈമയുടെ കിതാബ് തൗഹീദ് അംഗീകരിക്കാൻ കഴിയില്ല. ഇമാം അബൂബക്കർ ലാലിക്കായിയുടെ ഇഅ്തിഖാദ് അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അശ്അരിയുടെ അൽ ഇബാന അംഗീകരിക്കാൻ പറ്റില്ല. കണക്ക് അംഗീകരിച്ചാൽ സലഫി അഖീദയാണ്. അതുകൊണ്ടാണ് അഖീദയിൽ ഷാഫി ഇമാമിനെ പറ്റില്ല. ഫിഖ്ഹിൽ ഷാഫി മദ്ഹബ്, ഫിഖ്ഹിൽ ഷാഫി മദ്ഹബ്, അഖീദയിലോ അശ്അരിയത്ത്. എന്താ ഇമാം ഷാഫിനെ അഖീദ എടുത്താൽ പോലെ ആണ്, അധികമല്ല, എന്നാലും ഒരു 150 കൊല്ലം. അപ്പോൾ ഷാഫി ഇമാമിനെ നിസ്കാരം പറ്റുമെങ്കിൽ ഷാഫി ഇമാമിനെ അഖീദ സ്വീകരിച്ചാൽ പോലെ, അത് സ്വീകരിച്ചാൽ പ്രശ്നമാണ്. ഷാഫി ഇമാമിനെ അഖീദ സലഫി അഖീദയാണ്, അഹ്ലുസുന്ന അഖീദയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്ത് അറാഫിലെ 54-ാമത്തെ ആയത്തിൽ സുമ്മസ്തവാ അലൽ അർശിൽ ആയത്തുണ്ട്, അല്ലാഹു തആല അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ കാണാം ജനങ്ങൾക്ക് ഇവിടെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ധാരാളം നിലപാടുകളുണ്ട്. വഇന്നമാ നസ്ലുകു ഫിഹാ മസ്ലക സലഫി സ്വാലിഹ്, നാം സ്വീകരിക്കുന്നത് സലഫു സ്വാലിഹീങ്ങളുടെ മദ്ഹബാണ്. അഥവാ മാലിക് വൽ ഔസാഇ വശാഫി വഅഹ്മദ, ഇമാം മാലിക്കിൻ്റെ, ഇമാം ഔസാഇയുടെ, ഇമാം ഷാഫിയുടെ, ഇമാം അഹ്മദിൻ്റെ. ഔസാഇ ഇമാം മാലിക്കിൻ്റെ കാലക്കാരനാണ് ഔസാഇ ഇമാം. വൽ ലൈസ്, ലൈസിൻ്റെ, വഇസ്ഹാഖ് ബിൻ റാഹവൈ, ഇസ്ഹാഖ് ബിൻ റാഹവയുടെ, വഗൈരിഹിം, അവരല്ലാത്തവരും മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസ, ആധുനികരും പൗരാണികരുമായ മുസ്ലിമീങ്ങളെ ഇമാമുമാർ അവരുടെ നിലപാടാണ് നമ്മുടെയും നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു കസീർ ഈ നിലപാട് പഠിപ്പിച്ചത്. അത് ഇമാം ഷാഫി നിലപാടാണ്, ഇമാം മാലിക്കിൻ്റെ നിലപാടാണ്, ഇമാം അഹ്മദിൻ്റെ നിലപാടാണ്, ഇമാം ബുഖാരി നിലപാടാണ്. അപ്പോൾ അവരൊന്നും അഖീദ അവിടെ സ്വീകാര്യമല്ല. സ്വീകാര്യമായ അഖീദ ഏതാണ്? അശ്അരി മാതുരിദി രണ്ടാലൊന്നാണ്. ഞാൻ തന്നെ പോയത്തല്ലേ. അശ്അരി മാതുരിദി രണ്ടാലൊന്ന്, വിശ്വാസത്തിൽ രണ്ടാലൊന്നുണ്ടാവുമോ? കർമ്മത്തിൽ രണ്ടാലൊന്നും മൂന്നാലെന്നൊക്കെ പറയാം. വിശ്വാസത്തിൽ ഏതോ ഒന്നിനും ശരിയാവും, ഒന്നുകിൽ ഇങ്ങനെ വിശ്വസിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വസിച്ചോ എന്ന് പറയാൻ പറ്റുമോ? അതെന്നെ പോയത്താണ്. അശ്അരികൾ അംഗീകരിക്കാത്ത സിഫത്ത് മാതുരിദി അംഗീകരിക്കും, മാതുരിദി അംഗീകരിക്കാത്ത സിഫത്ത് അശ്അരി അംഗീകരിക്കും. അതാണ് വ്യത്യാസം. അത് രണ്ടാലും കുഴപ്പമില്ല അവർ പറഞ്ഞത്. അതും പറ്റില്ല, അതും പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവൻ അള്ളാഹിനെ പറ്റി മോശം വിചാരിച്ചവനാകുന്നു. ഹക്കല്ലാത്ത ജാഹിലിയ്യ വിചാരം അള്ളാഹിനെ പറ്റി വെച്ച് പുലർത്തുന്നവനാകുന്നു അവർ. ഇൻതഹ കലാമുൽ ഇബ്നു ഖയ്യിം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി വാക്കവിടെ അവസാനിച്ച ഇത്രയും ഇതുവരെ വായിച്ചത് ഇബ്നു ഖയ്യിമിൻ്റെ വാചകമാണ്. ഫി ബയാനി മൻ ഹും അല്ലദീന യദുനൂന ബില്ലാഹി ഗൈറൽ ഹഖ് വൽ ജാഹിലിയ്യ, അള്ളാഹിനെ പറ്റി ദുർവിചാരം വെച്ച് പുലർത്തുന്നവർ ആരാണ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം പറഞ്ഞ വാചകമാണ് ഇതൊക്കെ. വമൻ അറാദ ഇസ്തിഫാഅഹു, ഇനി ഇത് പൂർത്തിയായി ഇബ്നു ഖയ്യിമിൻ്റെ വാചകം കിട്ടണമെങ്കിൽ ഫൽയുറാജിഉഹു ഫി സാദുൽ മആദ്. ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മആദ് എന്ന കിതാബുണ്ട്. സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ് എന്ന പേരിൽ നബിതങ്ങളുടെ മാർഗം പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം 4 വാള്യമുള്ള ബൃഹത്തായ ഗ്രന്ഥമാണ്. ചരിത്രമുണ്ട്, ഫിഖ്ഹുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന വല്ലാത്ത അത്ഭുതമുള്ള കിതാബാണ് സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ്. 4 വാള്യമാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ കിതാബുകളിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ കിതാബിൽ വന്നതാണ് ഈ വാചകം. അവിടെ ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഇന്നോന് റെഫർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹഫിദുല്ലാ ഇതിവിടെ അവസാനിപ്പിക്കുന്നു.
അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹിനെ പറ്റി അള്ളാഹും റസൂലും എന്ത് പരിചയപ്പെടുത്തിയോ അത് വിശ്വസിക്കുന്നവനെ ഹുസ്നുള്ളവനാവുള്ളൂ. നമ്മളെ വക കേട്ടുകേൾവിയും നാട്ടു നടപ്പും അവിടുന്നും ഇവിടുന്നും കേട്ടതും കേട്ടതൊക്കെ പാടെ വിശ്വസിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ പറ്റി വരെ ധാരണ തന്നെ തെറ്റിപ്പോകും, ദുർവിചാരം വെച്ചുപത്തുകയായി മാറുകയാണ് ചെയ്യുക എന്നാണ് ആകത്തുക. അക്കീദ ശരിയാവണ്ണം പഠിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.